കർത്താവിന്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. നമുക്ക് ഇങ്ങനെ ഒരിക്കൽ കൂടി വചനദീപ്തി പ്രയർ ഫെലോഷിപ്പിൽ നമ്മുടെ വചന കൂടാരത്തിലേക്ക് ഒരു സാക്ഷ്യം കൂടി എത്തിക്കുവാൻ കർത്താവ് ഒരിക്കൽ കൂടി ഭാഗ്യം തന്നു. ഇന്ന് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മുടെ ജീവിതത്തെ സ്പർശിക്കുന്ന ഒരു അനുഗ്രഹീതമായ അനുഭവ സാക്ഷ്യമാണ് നമ്മൾ കേൾക്കുവാൻ പോകുന്നത്. ദൈവം ചെയ്ത വിടുതലുകൾ, ജീവിതത്തെ തൊട്ട് ജീവിതത്തിൽ കർത്താവ് ഇറങ്ങി വന്ന് പ്രവർത്തിച്ച വിധങ്ങളെയാണ് ഇന്ന് പകൽക്കാലം നാം കേൾക്കുവാൻ പോകുന്നത്. ഇത് നിങ്ങളുടെ ജീവിതത്തിൽ ഏറെ അനുഗ്രഹത്തിനും വിശ്വാസത്തിന്റെ വർധനവിനും കാരണമാകുമെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ഓരോ നിമിഷവും ദൈവകൃപ നമ്മുടെ ജീവിതത്തിന്മേൽ വ്യാപരിപ്പിക്കുമ്പോൾ പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം നമ്മുടെ ജീവിതത്തിന്റെ മേൽ വ്യാപരിപ്പിക്കുകയാണ്. ഇന്ന് പകൽക്കാലം നമ്മോട് ചേർന്ന് കർത്താവിന്റെ ദാസി സൂസൻ ജോയ് നമ്മോടൊത്ത് ഇന്ന് പകൽക്കാലം സാക്ഷിപ്പാനായിട്ട് കടന്നു വന്നിട്ടുണ്ട്. കർത്താവിന്റെ ദാസിയെ തികഞ്ഞ സ്നേഹത്തോടും ആദരവോടും കൂടി നമ്മുടെ നടുവിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. വിശ്വാസത്തോടെ സ്റ്റെപ്പുകൾ വെച്ച തന്റെ ക്രിസ്തീയ ജീവിതത്തിന്റെ അനുഭവങ്ങൾ ഇന്ന് പകൽക്കാലം നമ്മോട് പറയുമ്പോൾ നാം ഓരോരുത്തരും, പ്രിയപ്പെട്ടവരെ, ഈ സാക്ഷ്യം കേൾക്കുന്നവർ സ്കിപ്പ് ചെയ്യാതെ ആദ്യം മുതൽ അവസാനം വരെയും ഈ സാക്ഷ്യം കേൾക്കുവാൻ നിങ്ങൾ തുനിയണമെന്ന് ദൈവനാമത്തിൽ ഞാൻ ഓർമ്മിപ്പിക്കുന്നു. മാത്രമല്ല, ഈ ചെറിയ ചാനലിന്റെ പ്രവർത്തനത്തെ നിങ്ങൾ ചേർന്ന് നിന്ന് വചനദീപ്തി കുടുംബത്തിന്റെ ഒരു അംഗമായി മാറുവാൻ തീർച്ചയായിട്ടും ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. പലരും സാക്ഷ്യങ്ങളും ബൈബിൾ ക്ലാസ്സുകളും കേൾക്കാറുണ്ട്, പക്ഷെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നത്. പ്രിയപ്പെട്ടവരെ, നിങ്ങൾക്ക് യാതൊരു വിധത്തിലും മുടക്കില്ല. ഞാൻ നിങ്ങൾക്ക് അയച്ചു തരാതെ തന്നെ നോട്ടിഫിക്കേഷനായിട്ട് നിങ്ങൾക്കൊന്ന് സബ്സ്ക്രൈബ് ചെയ്താൽ ലഭിക്കുവാൻ തക്കവണ്ണം ഇടയാകും. അതുകൊണ്ട് തീർച്ചയായിട്ടും നിങ്ങളുടെ പ്രിയപ്പെട്ടവരിലേക്ക് ഈ ടെസ്റ്റിമണികളും ബൈബിൾ നമ്മൾ പഠിപ്പിക്കുന്നതായിട്ടുള്ള ഓരോ ബൈബിൾ ക്ലാസ്സുകളും ഷെയർ ചെയ്ത് കൊടുക്കുവാനും മറക്കരുത്. കാരണം ഇതൊക്കെ നമ്മുടെ ആത്മീയ അഭിവൃദ്ധിക്ക് അത്യാവശ്യം. നമ്മുടെ കർത്താവിന്റെ വരവ് ഏറ്റവും അടുത്തിരിക്കുകയാണ്. ആകയാൽ ഒരു പാപി മനം തിരിഞ്ഞു വരുന്നത് ഇന്ന് പകൽക്കാലം സ്വർഗം സന്തോഷിക്കുന്ന ദിനമാണ്. ആകയാൽ നമ്മുടെ ഓരോരുത്തരുടെയും സാക്ഷ്യങ്ങൾ മറ്റുള്ളവർക്ക് ഒരു അനുഗ്രഹമായി മാറുവാൻ ഇടയാകണം. കർത്താവിന്റെ ദാസി ഇന്ന് പകൽക്കാലം കടന്നു വന്നിരിക്കുന്നത് നമുക്ക് ഏറ്റവും അനുഗ്രഹമാണ്. ഈ കേട്ടുകൊണ്ടിരിക്കുന്ന ഓരോ പ്രിയപ്പെട്ടവരും ഈ സാക്ഷ്യങ്ങൾ കേൾക്കുമ്പോൾ നിങ്ങളുടേതായ അഭിപ്രായങ്ങൾ നിങ്ങൾ കമന്റ്സുകളായി എഴുതുകയും നിങ്ങൾക്ക് ഈ സാക്ഷ്യം അനുഗ്രഹമായി എങ്കിൽ ഒരു ലൈക്ക് ചെയ്ത് അറിയിക്കുവാനും മറന്നു പോകരുത് എന്ന് ദൈവനാമത്തിൽ ഞാൻ അപേക്ഷിച്ചുകൊണ്ട് കർത്താവിന്റെ ദാസി സൂസൻ ജോയിയെ ഇന്ന് പകൽക്കാലത്തെങ്കിൽ സാക്ഷ്യത്തിനായിട്ട് തികഞ്ഞ ആദരവോടും സ്നേഹത്തോടും വചനദീപ്തി സാക്ഷ്യ കൂടാരത്തിലേക്ക് ക്ഷണിക്കുന്നു. കർത്താവിന്റെ ദാസിയുടെ ചെറുപ്രായം മുതലുള്ള അനുഭവങ്ങളും കർത്താവിന്റെ ദാസിയുടെ ജീവിതത്തിൽ ദൈവം ചെയ്ത ഉപകാരങ്ങളെ ഒക്കെയും വർണ്ണിക്കുവാൻ സാവകാശമുണ്ട്. കർത്താവിന്റെ ദാസി തുടർന്നാലും. ഹല്ലേലൂയ, സ്തോത്രം, പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം ഹല്ലേലൂയ സൂം മീറ്റിംഗിലൂടെ കർത്താവിന്റെ ഒരു സാക്ഷിയായി തീരുവാൻ ദൈവം എനിക്ക് അവസരം തന്നു. ആദ്യമായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. അതിന് മുഖാന്തരം ഒരുക്കിയ കർത്താവിന്റെ ദാസി സിസ്റ്റർ ബീന തോമസ്, അതുപോലെ എബി സിസ്റ്ററെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഹല്ലേലൂയ. ഈ പകൽക്കാലം കർത്താവ് എന്റെ ജീവിതത്തിൽ ചെയ്ത ഹല്ലേലൂയ വലിയ വിടുതല് ഹല്ലേലൂയ നിങ്ങളുമായി പങ്കുവയ്ക്കുവാൻ ഞാൻ ഇന്ന് പകൽക്കാലം ആഗ്രഹിക്കുന്നു. ഹല്ലേലൂയ. ദൈവം ഞങ്ങളുടെ ജീവിതത്തിൽ ഹല്ലേലൂയ അത്ഭുതങ്ങൾ ചെയ്തു. ഹല്ലേലൂയ, എന്റെ യേശു ജീവിക്കുന്നതുകൊണ്ട് ഞാൻ ഇന്നും ജീവിക്കുന്നുവെന്ന് ഒരിക്കൽ കൂടി എന്റെ കർത്താവിനെ ഉയർത്തുവാൻ ഇന്ന് പകൽക്കാലം കർത്താവ് എന്റെ ജീവിതത്തിൽ ഒരുക്കി തന്ന വിലയേറിയ ഭാഗ്യത്തെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. ഹല്ലേലൂയ. പകൽക്കാലം ഹല്ലേലൂയ ദൈവസ്ഥനിലായിരിക്കാൻ ദൈവം എന്റെ ജീവിതത്തിൽ ഒരുക്കി തന്ന വിലയേറിയ ഭാഗ്യത്തെ ഓർത്ത് വീണ്ടും ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. ഹല്ലേലൂയ. വചനദീപ്തി എന്ന ഹല്ലേലൂയ ഈ സൂമിലൂടെ ഹല്ലേലൂയ കർത്താവിനെ ഉയർത്തുവാൻ ദൈവം എന്റെ ജീവിതത്തിൽ ഒരുക്കി തന്ന വിലയേറിയ ഭാഗ്യത്തിനായി ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ആദ്യമായി ഞാൻ എന്നെ പരിചയപ്പെടുത്തുന്നു. എന്റെ പേര് സൂസി ജോയി. ഞാൻ കൊട്ടാരക്കര അമ്പലക്കര എന്ന സ്ഥലത്ത് ഞങ്ങൾ കുടുംബമായി താമസിക്കുന്നു. ഹസ്ബൻഡ് 2 കുഞ്ഞുങ്ങളുണ്ട്. ഹല്ലേലൂയ. കുഞ്ഞുങ്ങൾ 2 പേരും പഠിച്ചുകൊണ്ടിരിക്കുന്നു. മൂത്ത മോന് ജോയല് ബികോം കഴിഞ്ഞു. കൊച്ചുമോന് +1 പഠിക്കുന്നു. ഹല്ലേലൂയ. ദൈവം ഞങ്ങളെ എത്രത്തോളം സഹായിച്ചു. ഞാൻ ജനിച്ചു വളർന്നത് ഹല്ലേലൂയ ഒരു കർത്താവിന്റെ ഹല്ലേലൂയ ദാസന്റെ മകളായിട്ട് ജനിപ്പാനുള്ള ഭാഗ്യം കർത്താവ് എനിക്ക് നൽകി തന്നു. ഹല്ലേലൂയ. എന്റെ പപ്പ IPCയോടുള്ള ബന്ധത്തില് ഹല്ലേലൂയ ദീർഘവർഷങ്ങള് ഹല്ലേലൂയ കർത്താവിന്റെ വേലയില് വിവിധ സ്ഥലങ്ങളിൽ ഹല്ലേലൂയ ആയിരിക്കാൻ തക്കവണ്ണം കർത്താവ് സഹായിച്ചു.
ഒരു ഫെയ്ത്ത് ഹോമിൽ ഹാലലിയ ജനിച്ചു വളരുവാനുള്ള ഭാഗ്യം കർത്താവ് എനിക്ക് നൽകി തന്നു. ഹാലലി ഞങ്ങൾ 4 പെൺമക്കളാണ്. അതിൽ 2ാമത്തെ മകളാണ് ഞാൻ. ഹാലലിയ സ്തോത്രം. ഞങ്ങളുടെ ചെറിയ പ്രായത്തിൽ ഹാലലി മുതൽ ഹാലലി കർത്താവിന്റെ സ്നേഹത്തെ അറിയുവാൻ, കാരണം ഫെയ്ത്ത് ഹോമിൽ ജനിച്ചു വളർന്ന നമ്മളോട് വേറൊരാൾ സുവിശേഷം പറയേണ്ട കാര്യമില്ല. ജനിച്ചപ്പോൾ മുതൽ നമ്മൾ കേൾക്കുന്ന വചനങ്ങളും ഹാലലിയ വാക്യങ്ങളും പാട്ടുകളൊക്കെ ഹാലലിയ ഞങ്ങളെ ഹാലലിയ കൂടുതൽ ദൈവത്തോട് അടുപ്പിക്കുവാനിടയായി. എങ്കിലും സുവിശേഷ വേലയോടുള്ള ബന്ധത്തില് അവര് വിവിധ ഇടങ്ങളായിരുന്ന സന്ദർഭങ്ങളിൽ സാമ്പത്തികമായ ഞെരുക്കങ്ങള് ബുദ്ധിമുട്ടുകളൊക്കെ വന്ന സന്ദർഭത്തില് ഹാലലുയ എന്നെ എന്റെ മൂത്ത ചേച്ചിയും ഹാലലിയ പെരുമ്പാവൂരുള്ള ഒരു ബോർഡിങ്ങില് പിതാവ് കൊണ്ടാക്കുവാനിടയായി. ഹാലലിയ സ്തോത്രം. അഹബേ ചൈൽഡ് സെന്റർ പാസ്റ്റർ കെ എൻ ജോസഫിന്റെ ഹാലലിയ സ്ഥാപനത്തിൽ ഞങ്ങൾക്ക് പഠിക്കുവാൻ ദൈവം സഹായിച്ചു. എന്റെ 4.5 വയസ്സിലാണ് എന്നെ അവിടെ കൊണ്ടുവന്നാക്കുന്നത്. ഹാലലിയ വളരെ ചെറിയ പ്രായത്തില് ഹാലലിയ പിതാവിനെയും മാതാവിനെയൊക്കെ ഹാലലിയ വേർപിരിഞ്ഞ സങ്കടവും ഒക്കെ ഉള്ളിലുണ്ടെങ്കിൽ തന്നെയും ഹാലലിയ അത് അവിടെ കടന്നുപോയത് ഞങ്ങളുടെ ജീവിതത്തിൽ അന്നും ഒരു സങ്കടവും വേദനയും ദുഃഖമൊക്കെ ആയിരുന്നെങ്കിലും ഹാലലി ഇപ്പോൾ അതൊക്കെ ഓർക്കുമ്പോൾ ദൈവത്തെ ഒത്തിരി സ്തുതിക്കുന്നു. കാരണം ആത്മീയ ജീവിതത്തിൽ ഹാലലി ഒത്തിരി ദൈവത്തിന്റെ സ്നേഹത്തെ അറിയുവാൻ ഹാലലിയ ദൈവം എന്നെ അത് മുഖാന്തരം സഹായിച്ചു. ഹാലലിയ അവിടുത്തെ ഹാലലിയ പിന്നെ വളരെ ചെറിയ പ്രായമായെങ്കിൽ തന്നെയും ഹാലലിയ ഹോസ്റ്റലിലെ ജീവിതം ഹാലലിയ 5 മണിയാവുമ്പോൾ ഞങ്ങൾക്ക് അലാറം വെച്ച് ഞങ്ങളെ എഴുന്നേൽപ്പിക്കാറുണ്ട്. 5 വയസ്സ് 4.5 വയസ്സുള്ള പ്രായം ഓർത്ത് നമ്മൾ കിടന്നുറങ്ങേണ്ട ആ സമയത്ത് ഹാലലിയ കരഞ്ഞുകൊണ്ടാണെങ്കിലും ഹാലലിയ എഴുന്നേൽക്കും. ഹാലലിയ ഇല്ലെങ്കിൽ ഞങ്ങൾക്ക് അടികൊള്ളും. ഹാലലിയ അത് പേടിച്ച് ചാടി എഴുന്നേൽക്കും. ഹാലലിയ ആ പ്രഭാതത്തിലെ പ്രയർ, അതിനുശേഷമായിട്ട് ഞങ്ങൾ സ്കൂളിൽ പോയിട്ട് വന്നുള്ള പ്രയർ, ഹാലലിയ സൺഡേ സ്കൂള്, ഹാലലിയ കാത്തിരിപ്പ് യോഗങ്ങള്, VBS, ഇതൊക്കെ ഹാലലിയ ടാലന്റ് ടെസ്റ്റ്, ഇതിലൂടെയൊക്കെ ഹാലലിയ ഒത്തിരി ഹാലലിയ ദൈവവചനം പഠിക്കുവാനും ദൈവത്തെ ഉയർത്തുവാനും കുഞ്ഞിലെ തന്നെ ആ ദൈവത്തിന്റെ സ്നേഹം എന്താണെന്ന് ജീവിതത്തിൽ രുചിച്ചറിയുവാനൊക്കെ ദൈവം സഹായിച്ചു. എങ്കിലും ഹാലലിയ ഹൃദയത്തിൽ എന്തോ ഒരു വലിയ നഷ്ടബോധം എപ്പോഴും എന്നെ അലട്ടിക്കൊണ്ടിരുന്നു. ഹാലലിയ കാരണം അന്നത്തെ കാലത്തൊക്കെ എന്ന് പറഞ്ഞാൽ കാത്തിരിപ്പ് യോഗങ്ങൾ നടത്തുമായിരുന്നു. ഇന്നത്തെ പോലല്ല ഹാലലിയ. ഇന്നത്തെ കാത്തിരിപ്പ് യോഗത്തിൽ ഹാലലിയ നമ്മൾ വെറുതെ പോകുന്നു, പ്രാർത്ഥിക്കുന്നു. അന്നൊക്കെ അഭിഷേകത്തിനായിട്ട് കാത്തിരിക്കുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു എന്റെ ചെറിയ പ്രായത്തിൽ. ഹാലലിയ അങ്ങനെ ആ കാത്തിരിപ്പ് യോഗത്തിൽ ഹാലലിയ അന്ന് അഭിഷേകം പ്രാപിക്കാത്ത കുഞ്ഞുങ്ങളെ ഹാലലിയ ദൈവസന്നിധി ഇരുന്ന് ഞങ്ങൾ ഇങ്ങനെ പ്രാർത്ഥിക്കുമായിരുന്നു. അപ്പോൾ 3 ദിവസം ഇങ്ങനെ അടുപ്പിച്ചുള്ള പ്രാർത്ഥനയിൽ ഹാലലിയ എല്ലാവർക്കും പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം കിട്ടി. ഹാലലിയ എനിക്ക് മാത്രം കിട്ടിയില്ല. ഞാൻ ഒത്തിരി ദിവസങ്ങളിൽ ആഗ്രഹിച്ചു പ്രാർത്ഥിച്ചു, കർത്താവേ എന്തുകൊണ്ടാണ് എനിക്കിത് വരാത്തത്? മറ്റുള്ളവർ പറയുന്നത് കേട്ട് കുഞ്ഞിലെ ആ കേൾക്കുന്ന അന്യഭാഷ ഇങ്ങനെ നമ്മൾ കേട്ട് പറയും, കൈയടിക്കും, ആത്മാവിൽ തുള്ളി ആരാധിക്കും ഒക്കെ ചെയ്യും. പക്ഷെ യഥാർത്ഥമായ ഒരു പരിശുദ്ധാത്മാവിന്റെ ആ ഒരു ശക്തി എനിക്ക് അനുഭവിക്കാൻ കഴിഞ്ഞില്ല. ഞാൻ അപ്പോൾ കർത്താവിനോട് ചോദിച്ചു, കർത്താവേ പരിശുദ്ധാത്മാവിന്റെ ശക്തി എന്താണെന്ന് എനിക്ക് എന്റെ ശരീരത്തെ തിരിച്ചറിയണം. എന്റെ ആ ചെറിയ പ്രായത്തിൽ ഹാലലിയ 8ാമത്തെ വയസ്സിൽ ഹാലലിയ അന്ന് രാത്രിയിൽ ആ മീറ്റിംഗിൽ ഹാലലിയ പരിശുദ്ധാത്മാവ് പ്രാപിക്കുവാൻ ആഗ്രഹമുള്ള കുട്ടികളെല്ലാം മുമ്പോട്ട് വരാൻ ഒരു ദേവദാസൻ ഇങ്ങനെ പറഞ്ഞു. ഞാൻ ഒത്തിരി ആഗ്രഹത്തോടെ മുമ്പോട്ട് ഓടിച്ചെന്നു. ഹാലലിയ അന്ന് ഹാലലിയ പാസ്റ്റർ തലയിൽ കൈവച്ച് മുമ്പിൽ വന്നിരുന്ന കുഞ്ഞുങ്ങൾക്ക് വേണ്ടി എല്ലാം പ്രാർത്ഥിച്ചു. അവരെല്ലാം പരിശുദ്ധാത്മാവിന്റെ അഭിഷേകത്താൽ നൃത്തം ചെയ്ത് ആരാധിച്ചു. പക്ഷെ എനിക്ക് അത് പ്രാപിക്കാൻ കഴിഞ്ഞില്ല. അല്ല എന്താണെന്ന് ഹാലലിയ രാത്രികാലം ഒത്തിരി ഞാൻ കരഞ്ഞു വിഷമത്തോടെ റൂമിൽ വന്നുവെങ്കിലും പിറ്റേ ദിവസം സൺഡേ ആരാധനയ്ക്ക് ഹാലലിയ വളരെയധികം വേദനയോടെ ആരാധനയ്ക്ക് പോയി. ഹാലലിയ പാട്ടുകൾ പാടി ആരാധിച്ചു. എഴുന്നേറ്റ് നിന്ന് സ്തോത്രാഴ്ച കഴിഞ്ഞുള്ള പാട്ടില് ഹാലലിയ ദൈവത്തോട് വാവിട്ട് കരഞ്ഞു, കർത്താവേ എന്നിൽ ഈ അഭിഷേകം ഒന്ന് പകരണമേ എന്ന ദിവസത്തിൽ ഞാൻ കരയുവാൻ തുടങ്ങി. ഹാലലിയ പാട്ടുപാടി ആരാധിച്ചുകൊണ്ടിരുന്നപ്പോൾ പെട്ടെന്ന് ഒരു വലിയ ദൈവശക്തി എന്റെ മേൽ വന്നിട്ട് ഞാൻ നിൽക്കുന്നിടം പോലും എനിക്ക് മനസ്സിലാകാത്ത രീതിയിൽ ഞാൻ ഏറ്റവും ഫ്രണ്ടിൽ നിന്ന് ഞാൻ ഹാളിന്റെ ഏറ്റവും ബാക്കിൽ പോയി ആത്മാവിൽ ശക്തിയോട് ആരാധിച്ച് ഞാൻ ഇങ്ങനെ കണ്ണു തുറക്കുമ്പോൾ ഞാൻ തറയിൽ ഇങ്ങനെ കിടക്കുകയാണ്. ഹാലലുയ ഞാൻ എന്തൊക്കെയോ എന്റെ വായിൽ വിളിച്ചു പറയുന്നു. ഹാലലുയ ഹാലലിയ എന്റെ കർത്താവിനെ അഭിഷേകത്താലെന്ന് ആ ദിവസം നിറയ്ക്കുവാനിടയായി. ഹാലലുയ ഹാലലിയ പുതുഭാഷയോടുകൂടെ ദൈവസന്നിധിയിൽ ദൈവത്തെ ആരാധിപ്പാനുള്ള ഭാഗ്യം എന്റെ കർത്താവ് എനിക്ക് നൽകി തന്നു. അതിനുശേഷം സ്നാനപ്പെടുവാനുള്ള ആഗ്രഹം ജീവിതത്തിൽ കടന്നു വന്നു. ഹാലലിയ അങ്ങനെ 8ാമത്തെ വയസ്സിൽ ഞാൻ വീട്ടിലേക്ക് പപ്പായ്ക്ക് ഇങ്ങനെ അന്നൊക്കെ ലെറ്റർ എഴുതുവാന്നല്ലോ കാർഡിനകത്ത് ഇങ്ങനെ എഴുതി, പപ്പ ഞാൻ അഭിഷേകം പ്രാപിച്ചു, ഇനി എനിക്ക് സ്നാനപ്പെടണമെന്ന് പറഞ്ഞ് എല്ലാ കുഞ്ഞുങ്ങളും ഇവിടെ സ്നാനപ്പെടുന്നു, എനിക്ക് സ്നാനപ്പെടണമെന്ന് പപ്പ പറഞ്ഞു. അതിനുള്ള
പ്രായം നിനക്കായില്ല, കുറച്ചുകൂടെ കഴിയട്ടെ എന്ന് പറഞ്ഞു. എനിക്കതൊന്നും ഒത്തിരി വിഷമം തോന്നി. എങ്കിൽ തന്നെയും ഹാലലി അവിടെ നിന്ന് പഠനം പൂർത്തീകരിച്ച് 12ാമത്തെ വയസ്സ് വരെ ഹാലലി എനിക്ക് അവിടെ പഠിക്കുവാൻ ഇടയായി. അതിനുശേഷം ഞാൻ എന്റെ ഭവനത്തിൽ കടന്നു വന്നു. 15ാമത്തെ വയസ്സിൽ 10th പഠിക്കുമ്പോഴാണ് സ്നാനപ്പെടുവാൻ ഇടയായത്. ഹാലലിയ ദൈവകൃപയിൽ വളരുവാനും ഹാലലി കുഞ്ഞിലെ മുതലേ കർത്താവിന്റെ വേല ചെയ്യണം എന്നുള്ള ഒരു വലിയ ആഗ്രഹം എന്റെ ഹൃദയത്തിൽ ഇങ്ങനെ ഹാലലി ഉണ്ടായിരുന്നു. ഹാലലി എന്റെ പിതാവിനും അതായിരുന്നു എന്നെ കുറിച്ചുള്ള താല്പര്യം. ഹാലലിയ എന്റെ പ്രീ ഡിഗ്രി വിദ്യാഭ്യാസത്തിന് ശേഷം ഹാലലിയ എന്റെ കൂടെ പഠിച്ച കുട്ടികളെല്ലാം നേഴ്സിങ്ങിനൊക്കെ പോയപ്പോൾ എനിക്ക് ഒരു ആഗ്രഹം തോന്നി, നേഴ്സിങ്ങിന് പോയാൽ കൊള്ളാമെന്ന്. പക്ഷെ പപ്പ എന്നെ അതിനൊന്നും വിട്ടില്ല. അന്നത്തെ ആ സാമ്പത്തിക ഞെരുക്കങ്ങൾ നിമിത്തം എന്നെ വിടുവാനിടയായില്ല. എങ്കിലും ഞാൻ ഹാലലിയ ദേവസ്ഥനെ ആഗ്രഹിച്ചു, പ്രാർത്ഥിച്ചു. വൽമടക്കാല തിയോളജിക്കൽ സെമിനാരിയിൽ ഹാലലിയ BA in തിയോളജി 2 വർഷം പഠിക്കുവാൻ ദൈവം എന്നെ സഹായിച്ചു. ഹാലലിയെങ്കിലും ആ പഠനം എനിക്ക് പൂർത്തീകരിക്കാൻ കഴിഞ്ഞില്ല. അതെനിക്ക് ഇന്നും എന്റെ ജീവിതത്തിൽ അത് വലിയ ദുഃഖമാണ്. കാരണം അവിടെ ചെല്ലുമ്പോൾ ശാരീരികമായ അസ്വസ്ഥതകൾ വരും. അവിടുത്തെ ഫുഡ് എനിക്ക് ശരിയാവുന്നില്ല. വയറിളക്കം ഫീവർ വന്നിട്ട് ഭവനത്തിൽ വരും, വീണ്ടും ചെല്ലും. അങ്ങനെ എന്നെ വല്ലാതെ ഹാലലി എന്നെ അവിടെ നിർത്താതെ വേണം ശാരീരിക അസ്വസ്ഥതകൾ കൊണ്ടിട്ട് പഠനം പൂർത്തീകരിക്കാതെ ഭവനത്തിൽ കടന്നു വന്നു. അതിനുശേഷം വീണ്ടും ഹാലലിയ പഠിക്കുവാനായിട്ടൊക്കെ കടന്നുപോയി. ഹാലലിയ ദൈവസന്നിധിയിൽ ഹാലലിയ ഒത്തിരി പ്രാർത്ഥിച്ചു. ഹാലലിയ കർത്താവേ നിന്റെ വേലയ്ക്ക് വേണ്ടി എനിക്ക് ആഗ്രഹമുണ്ട്. എങ്കിലും എന്റെ മനസ്സിൽ ഹാലലിയ ഇങ്ങനെ ബെത്വോമുകളിൽ ജീവിച്ചുള്ള ഒരു ശുശ്രൂഷ ഞാൻ ആഗ്രഹിച്ചില്ല. കാരണം പിതാവും മാതാവും ഒക്കെ ഹാലലിയ ബെത്വോമുകളിൽ ജീവിച്ച് ശുശ്രൂഷാപരത്തിൽ അവരനുഭവിച്ച വേദനകളും നിന്ദകളും പ്രയാസങ്ങളും പ്രതിസന്ധികളും മറ്റുള്ളവരുടെ ഹാലിലെ കുത്തുവാക്കുകളൊക്കെ കേൾക്കുമ്പോൾ പലപ്പോഴും ഹൃദയം പൊട്ടുന്ന അനുഭവങ്ങൾ വന്നിട്ടുണ്ട്. അങ്ങനെ ഒരു ജീവിതം ഞാൻ പിന്നീട് ഒരിക്കലും ആഗ്രഹിച്ചില്ലെങ്കിൽ തന്നെ കർത്താവിന് വേണ്ടി എന്തെങ്കിലും ഒക്കെ ചെയ്യണമെന്നുള്ള വലിയ ആഗ്രഹം എന്റെ ഉള്ളിൽ കിടന്നു. ഹാലലിയ സ്തോത്രം. പലപ്പോഴും ദൈവസ്വപ്നത്തിലൂടെ ദർശനത്തിലൂടെ ഒക്കെ എന്നെ കർത്താവിന്റെ വേല ചെയ്യുന്നതും അനേകരോട് സുവിശേഷം പറയുന്നതൊക്കെ ഹാലലിയ പരിശുദ്ധാത്മാവ് എന്നെ പലപ്പോഴും എന്നെ ഇങ്ങനെ കാണിക്കുകയും എവിടെ ചെന്നിരുന്നാലും ഹാലലിയ ദേവദാസന്മാരിലൂടെ ദൂതുകൾ ഇങ്ങനെ വരും, നീ കർത്താവിന്റെ വേല ചെയ്യേണ്ടവളാണെന്നുള്ള ഹാലലിയ. എങ്കിലും ഹാലലിയ എന്നെ എന്റെ കമ്പ്യൂട്ടർ പഠനം കഴിഞ്ഞ ശേഷം ഹാലലിയ 99 വിവാഹം ചെയ്യുവാൻ ഹാലലിയ. എങ്കിലും ഹാലലിയ ഭവനത്തിൽ കടന്നു വന്നെങ്കിലും ഞാൻ എങ്ങനെ ജനിച്ചു വളർന്നു അതിന് നേരെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള ഒരു ജീവിതമാണ് എന്റെ ജീവിതത്തിൽ എനിക്ക് ലഭിച്ചത്. ഹാലലിയ അതെന്നെ ഒത്തിരി വേദനപ്പെടുത്തും. ഞാൻ ദൈവസന്നിധിയിൽ ഹാലലി പ്രാർത്ഥിച്ചു, കർത്താവെ ഞാൻ ആഗ്രഹിച്ചതുപോലെ ഒന്നും എന്റെ ജീവിതത്തിൽ നടക്കുന്നില്ലല്ലോ എന്നുള്ള ഒരു വലിയ ഭാരം ഹാലലി എന്റെ ജീവിതത്തിൽ ഉണ്ടായി. അത് പൊതുവിൽ എനിക്ക് പറയുവാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ തന്നെയും ഹാലലിയ ബെത്വോമിൽ ജനിച്ച് വളർന്ന ഹാലലിയ എനിക്ക് കുടുംബത്തിൽ വന്നപ്പോൾ അതിന്റെ നേരെ ഓപ്പോസിറ്റ് ആയിട്ടുള്ളതായ ഒരു ജീവിത രീതിയിൽ അഡ്ജസ്റ്റ് ചെയ്യുവാൻ കഴിയാത്ത അനുഭവങ്ങൾ പലതും എന്റെ ജീവിതത്തിൽ കടന്നു വന്നു. ഹാലലിയ എന്റെ ഹസ്ബൻഡ് ഹാലലിയ ഗൾഫിന്റെ പ്രദേശത്തൊന്നായിരുന്നു. ഹാലലിയ സൗദിയുടെ പ്രദേശത്തായിരുന്ന സമയത്താണ് ഞങ്ങളുടെ വിവാഹം നടക്കുന്നത്. ഹാലലിയ വിവാഹശേഷം 2 മാസം കഴിഞ്ഞപ്പോൾ ഹസ്ബൻഡ് തിരിച്ചു പോയി. അതിനുശേഷം വീട്ടിലും ഭവനത്തിനുമായിട്ട് ഇങ്ങനെ നിൽക്കുകയും പഠിക്കുവാനൊക്കെ ആയിട്ടൊക്കെ ഞാനിങ്ങനെ പോയിക്കൊണ്ടിരുന്ന സന്ദർഭങ്ങളായിരുന്നു. ഹാലലിയ 2 വർഷത്തിന് ശേഷം നാട്ടിൽ കടന്നു വന്നപ്പോൾ ഹാലലിയ മൂത്ത പൈതൽ ജനിക്കുവാനിടയായി. ഹാലലിയ അതോടുകൂടെ എന്റെ ജീവിതത്തിൽ ഒത്തിരി പ്രതിസന്ധികള്, കുഞ്ഞിന്റെ ജനനത്തോടുകൂടെ ഒത്തിരി വേദനകള്, ഒത്തിരി നിന്ദകള്, ഒത്തിരി അപവാദങ്ങൾ എന്റെ ജീവിതത്തിൽ ഞാൻ കേൾക്കേണ്ടി വന്നു. പലപ്പോഴും എങ്ങനെങ്കിലും ഹാലലിയ ജീവൻ ഹാലലിയ അവസാനിപ്പിക്കണമെന്നൊക്കെ പലപ്പോഴും ചിന്തിച്ചു. എങ്കിലും ഹാലലിയ ദൈവസന്നിധിയിൽ അത്രത്തോളം ഹാലലിയ ദൈവത്തിൽ നിന്ന് അകന്നുപോയ ഒരു സന്ദർഭം എന്റെ ജീവിതത്തിൽ ഉണ്ടായിരുന്നു. എങ്കിലും കട്ടുതയടക്കം മധ്യത്തിലെ ദൈവം എന്നെ ഹാലലിയ സ്നേഹിച്ചു. ഹാലലിയ കർത്താവ് ഇതിലൂടെ ഒക്കെ എന്നെ കടത്തി വിട്ട് ചില ദൈവത്തിൻ്റെതായ പദ്ധതി എന്നിൽ ഹാലലിയ വെളിപ്പെടേണ്ടതാണെന്ന് പിന്നീട് എനിക്കത് മനസ്സിലാക്കുവാനിടയായി. പൈതൽ ജനിച്ചു 3 മാസമായപ്പോൾ സ്കാനിങ് ചെയ്തപ്പോൾ ഹാലലിയ കുഞ്ഞ് ഹാലലിയ വിളിച്ചു പറഞ്ഞു, ഹാലലിയ സുസി നിന്റെ ആയിരിക്കും പുറത്തു വരുന്നതെന്ന് പറയുവാനിടയാണ്. സ്കാനിങ് റിപ്പോർട്ട് വീട്ടിൽ വന്നതിന് ശേഷം അന്ന് ഞങ്ങളുടെ ചർച്ചിൽ നടന്ന
ഉപവാസ പ്രാർത്ഥന ഞാൻ ഏറ്റവും ബാക്കിൽ ഞാനും എന്റെ സഹോദരിയും വന്നിരിക്കുകയാണ്. അന്ന് ഹാലലിയ അവിടെ കടന്നു വന്ന ദേവദാസിനെ എന്നെ അതിന് മുമ്പ് കണ്ടിട്ടില്ല, എനിക്കറിയത്തില്ല, എന്റെ വിഷയം ആർക്കും അറിയത്തില്ല. ദിവസം ഞാൻ വാവിട്ട് പുറകിലിരുന്ന് ദേവദാസ ശുശ്രൂഷിച്ചുകൊണ്ടിരുന്നപ്പോൾ ഹാലലിയ രോഗികൾക്ക് വേണ്ടിയൊക്കെ ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോ ദേവസ്ഥന് ഞാൻ എന്നെ തന്നെ സമർപ്പിച്ച എന്റെ കുറവുകളെല്ലാം ദേവസ്ഥനെ ഏറ്റു പറഞ്ഞു. കർത്താവേ ഹാലലിയ, ഹാലലിയ, ദൈവമേ ഹാലലിയ, ദൈവം എനിക്ക് കുഞ്ഞിനെ ഹാലലിയ ആരോഗ്യത്തോടെ ഊനമില്ലാത്തൊരു പൈതലിനെ ഞാൻ എനിക്ക് കർത്താവ് തരുവാണെങ്കിൽ ദൈവരാജ്യത്തിന് വേണ്ടി ഞാൻ അവനെ നൽകാമെന്ന് ഹാലലിയ ദൈവസ്ഥനിൽ അന്ന് സമർപ്പിക്കുവാനിടയായി. പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോഴ് ഈ ദേവദാസൻ ഏറ്റവും ബാക്കിൽ വന്ന് തലയിൽ കൈവച്ചിട്ട് എന്റെ ചെവിയിൽ പ്രകാരം പറഞ്ഞു, രാത്രി നീ നിന്നെ സമർപ്പിച്ച് ആ തലമുറയെ സമർപ്പിച്ച് നീ പ്രാർത്ഥിക്കുന്നുവെങ്കിൽ ദൈവം നിന്റെ ജീവിതത്തിൽ അത്ഭുതം ചെയ്യുമെന്ന് പറയുവാനിടയായി. ഞാൻ അന്നേരം വാവിട്ട് പൊട്ടിക്കറിഞ്ഞ ദേവസ്ഥനിൽ പിന്നെ എന്നെ ഏൽപ്പിച്ചു. ശേഷം ഭവനത്തിൽ ചെന്ന് ഇന്നും കർത്താവിനോട് പ്രാർത്ഥിക്കും, കർത്താവേ ഹാലലിയ അപ്പന്റെ വകയാണ് അവന് വേണ്ടി ഞാൻ തരാമെന്ന്. എന്റെ ഡെലിവറി സമയത്ത് അല്പമായ പ്രയാസങ്ങളൊക്കെ നേരിട്ടുവെങ്കിൽ തന്നെയും ഹാലലിയ കുഞ്ഞു ജനിച്ചു. ഹാലലി കഴിഞ്ഞപ്പോൾ അവന് ശരീരത്തിൽ വിധமான അസ്വസ്ഥകൾ, ഇങ്ങനെ രോഗങ്ങൾ, ഹാലലി മഞ്ഞപ്പിത്തത്തിൻ്റെതായത് വന്നു. ഹാലലിയ കുഞ്ഞിനെ നഴ്സിലൊക്കെ ആക്കി. ഹാലലി അന്നേരമൊക്കെ വളരെ ഭയത്തോടെ ദിവസം പ്രാർത്ഥിച്ചു. ഹാലലുയ 8ാമത്തെ ദിവസം ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് ആകുന്നതിന്റെ തലേന്ന് വൈകിട്ട് പെട്ടെന്ന് കുഞ്ഞിനിങ്ങനെ ഒരു ഞെട്ടല് പോലെ വന്നു. കണ്ണുകൾ മുകളിലോട്ട് മറിഞ്ഞു. പെട്ടെന്ന് സിസ്റ്റേഴ്സ് വന്ന് അതിനെ എടുത്തോണ്ട് ഓടി എന്നെ ഐസിയുലാക്കി. അപ്പൊ എനിക്ക് അറിയത്തില്ല ഇതെന്താ സംഭവിച്ചെന്നൊന്നും. എങ്കിലും കുഞ്ഞിന് പെട്ടെന്ന് ഒരു ഫീവർ വന്നു. ഹാലലിയ അത് ഡോക്ടർ പിന്നീട് പറഞ്ഞു അവന് ഫിക്സ് എന്ന രോഗം ഹാലലിയ കുഞ്ഞിന് വന്നു. വീണ്ടും തുടർന്ന് ഹാലലിയ വരുമെന്ന് പറയുവാനിടയായി. അങ്ങനെ ഭവനത്തിൽ വന്നു വേണ്ടതായ പ്രസവ ശുശ്രൂഷകളൊന്നും എനിക്ക് ചെയ്യുവാൻ കഴിയുക, കുഞ്ഞിന് വേണ്ടുന്നതായ മുലയൂട്ടുവാനൊന്നും ഹാലലിയ കഴിയാത്ത ഒരു അനുഭവത്തിൽ ഞാനായിരുന്നു. എങ്കിൽ തന്നെയും ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ചു. ഹാലലിയ ദൈവം ഹാലലിയ അവന് 9ാമത്തെ വയസ്സ് വരെ ചെറിയൊരു പനി വരുമ്പോഴത്തേന് ഫിക്സ് വരും. മാസത്തിൽ ഒരിക്കൽ ഞാൻ ഹോസ്പിറ്റലാണ് ഈ കുഞ്ഞിനെയും കൊണ്ട്. ഹാലലിയ അങ്ങനെ ഒത്തിരി വേദനകള്, ഒത്തിരി ഭാരങ്ങള് കുഞ്ഞിന്റെ ജീവിതത്തിലുണ്ടായി. ഹാലലിയ അതുപോലെ അവൻ സംസാരിക്കത്തില്ലായിരുന്നു. അവന്റെ നാക്കിന് ഫ്രണ്ടിന്റെ ഇങ്ങനെ ഒരു കെട്ട് വന്നിട്ട് സംസാരം ക്ലിയർ അല്ലായിരുന്നു. ഹാലലിയ അങ്ങനെ ഡോക്ടറെ കാണിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞു സർജറി ചെയ്യണം, ചെയ്തെങ്കിൽ മാത്രമേ അത് ശരിയാവൂ എന്ന് പറയുവാനിടയായി. ഞങ്ങളത് ചെറുതായിട്ട് സർജറി ചെയ്തു. എങ്കിൽ ഡോക്ടർ പിന്നീട് പറഞ്ഞു പിന്നീടും അവന് അങ്ങനെ സംസാരിക്കാൻ ബുദ്ധിമുട്ടുണ്ടായി, സ്പീക്കിംഗ് തെറാപ്പി കൊടുക്കണം എന്നൊക്കെ പറഞ്ഞു. എങ്കിലും ദിവസം എന്നും നാക്കെ തൊട്ട് ഞാൻ പ്രാർത്ഥിക്കും, കുഞ്ഞിനെ കൊണ്ട് സ്തോത്രം പറയിപ്പിക്കും, വചനങ്ങൾ പറയിപ്പിക്കും. ഹാലലിയ വളരെ ചെറിയ പ്രായത്തിൽ തന്നെ അവന് ഹാലലിയ ഒരു പ്രത്യേക അനുഭവമുള്ള ഒരു കുഞ്ഞായിരുന്നു. ഹാലലിയ ചെറിയ പ്രായത്തിൽ തന്നെ അവൻ മുട്ടിലിരുന്ന് പ്രാർത്ഥിക്കുമായിരുന്നു. ഞങ്ങളുടെ കൂടെ അവൻ ഹാലലിയ അവൻ അറിയാവുന്ന ഭാഷയിൽ ദൈവത്തോട് അവൻ പ്രാർത്ഥിക്കുന്ന ഒരു കുഞ്ഞായിരുന്നു. ഹാലലിയ ദൈവത്തിന്റെ വലിയൊരു അഭിഷേകം ഹാലലിയ ചെറിയ പ്രായത്തിൽ തന്നെ എനിക്ക് അവനിൽ കാണുവാൻ കഴിഞ്ഞിട്ടുണ്ട്. ഹാലലിയ ഡോക്ടർ അവന്റെ ആ നാക്കുകൊണ്ട് അവന് സംസാരിക്കത്തില്ലെന്നൊക്കെ പറഞ്ഞുവെങ്കിലും ഹാലലിയ ദൈവാത്ഭുതമായി അവനെ വിടുവിച്ചു. ഹാലലിയ നല്ല സ്ഫുടതയോടെ സംസാരിപ്പാൻ കർത്താവ് സഹായിച്ചു. അതിനുശേഷം ഈ കുഞ്ഞിനിങ്ങനെ ഫിക്സ് വന്നുകൊണ്ടിരുന്നു. 9ാമത്തെ വയസ്സ് വരെ അവനിങ്ങനെ ഈ ഫിക്സ് വരും. ഞങ്ങൾ അങ്ങനെ തിരുവനന്തപുരത്ത് ന്യൂറോയൊക്കെ കാണിച്ചു. അങ്ങനെ അതിന്റെ തലയുടെ EG ഒക്കെ എടുത്തപ്പോൾ ഡോക്ടർ പറഞ്ഞു മരണം വരെ ഹാലലിയ അവന് മരുന്ന് കഴിച്ചു, മരുന്ന് കൊടുത്തുകൊണ്ടിരിക്കണമെന്ന് പറയാനിടയായി. ഒത്തിരി ഭാരം ഉണ്ടായി. കർത്താവേ ഹാലലിയ നീ തന്ന കുഞ്ഞാണ്, നിന്നിൽ സമർപ്പിച്ചതാണ്, പിന്നീട് എന്താണ് കർത്താവേ കുഞ്ഞിനിങ്ങനെ എന്നൊക്കെ ദിവസത്തിൽ ഒത്തിരി കരയുകയും പ്രാർത്ഥിക്കുകയും വസിക്കുകയും ഒക്കെ ചെയ്തു. അങ്ങനെ 9ാമത്തെ വയസ്സില് പനവേലി AG ചർച്ചിൽ നടന്ന ഉപവാസ പ്രാർത്ഥനയിൽ ഹാലലിയ ഈ കുഞ്ഞും എപ്പോ ഞാൻ പോയാൽ എന്റെ ബാഗിൽ അവന് കൊടുക്കാനുള്ള മരുന്ന് എന്റെ ബാഗിലുണ്ട്. കാരണം ഈ രോഗം എപ്പോഴാണ് ഇവന് വരുന്നതെന്ന് അറിയത്തില്ല. അങ്ങനെ ഈ മരുന്നുമായിട്ടാണ് അന്നും ഞാൻ ബാഗുമായി കുഞ്ഞിനെ പിന്നെ പ്രാർത്ഥനാലയത്തിൽ ചെല്ലുവാനിടയായി. ലാസ്റ്റ് സമയം രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ മുണ്ടക്കയത്തുനിന്ന് വന്ന ഷാജി എന്ന പാസ്റ്റർ, എന്റെ ഓർമ്മയില്ല, പാസ്റ്റർ മുമ്പോട്ട് രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ വിളിച്ചപ്പോൾ ഞാൻ എന്റെ കുഞ്ഞിനെ എടുത്തുകൊണ്ട് ഫ്രണ്ടിൽ ചെല്ലുവാനിടയായി. ഹാലലിയ കുഞ്ഞിന്റെ തലയിൽ എന്തോ വിഷയമൊന്നും ഞാൻ പറഞ്ഞില്ല, മോന് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞു. ആ രാത്രി കാലത്ത് അവന്റെ ദാസൻ കുഞ്ഞിന്റെ തലയിൽ കൈവച്ച് പ്രാർത്ഥിച്ചിട്ട് ഇങ്ങനെ പറഞ്ഞു, നീ ചന്ദ്ര രോഗികളെ സൗഖ്യമാക്കുന്ന ഒരു അഭിഷേകം ഞാൻ നിന്റെ മേൽ പകരുന്നു എന്ന് പറഞ്ഞ ആ രോഗബന്ധനത്തെ ശാസിക്കുവാനിടയായി. വിശ്വാസത്തോടെ ഞാൻ അത് ഏറ്റെടുത്തു. ഹാലലിയ അന്ന് മുതൽ
അവന് കൊടുത്തുകൊണ്ടിരുന്ന മരുന്ന് പിന്നെ ഞാൻ കൊടുത്തിട്ടില്ല. ഹാലലിയ. ഇപ്പൊ അവന് 22 വയസ്സായി. ഹാലലിയ. ഇതുവരെ ദൈവം ഹാലലിയ ആ രോഗം പിന്നെ അവന്റെ ശരീരത്തിൽ വന്നില്ല. ദൈവം അത്ഭുതമായിട്ട് അവനെ ആ രോഗത്തിൽ നിന്ന് വിടിവിക്കുവാനിടയായി. അപ്പോൾ കൂടുതൽ പിന്നെ എന്റെ കർത്താവിനോട് ഹാലലിയ ദൈവത്തിന്റെ അത്ഭുതങ്ങളെ ഹാലലിയ അങ്ങനെ കാണുവാൻ ദൈവം സഹായിച്ചു. ഹാലലിയ. അവന് ഹാലലിയ വളർന്നു വരുന്തോറും യഹോവയ്ക്കും മനുഷ്യർക്ക് പ്രീതിയുള്ള ഒരു പൈതലാക്കി പരിശുദ്ധാത്മാവിനെ തീർത്തു. ഹാലലിയ. കുഞ്ഞിന് ദൈവം ഹാലലിയ കുഞ്ഞിനെ ചെറിയ നല്ലൊരു ഗിഫ്റ്റ് അവന് കൊടുത്തു പാടുവാനുള്ള ഒരു കൃപ എന്റെ കുഞ്ഞിനുണ്ട്. ഹാലലിയ. അവന് ഹാലലിയ വളരെ ചെറിയ പ്രായത്തിൽ തന്നെ നല്ല പാട്ടുകൾ പാടുവാൻ ഹാലലിയ ദൈവം സഹായിച്ചു. ഇന്നും അനേക ഇടങ്ങളിൽ അവനെ വിളിക്കുന്നിടത്തൊക്കെ പോയി കർത്താവിനെ ഉയർത്തുവാനും വർഷിപ്പ് ചെയ്യുവാനൊക്കെയുള്ള ആ ഒരു വലിയ കൃപ ദൈവം പൈതലിന്റെ മേൽ പകരുവാനിടയായി ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നു. ഹാലലിയ. ഒത്തിരി വേദനകളുടെ പ്രതിസന്ധിയിലൂടെ ഒക്കെ ഞങ്ങൾ കടന്നുപോയി. എന്റെ ഹസ്ബൻഡ് സൗദിയിലായിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് ജോലി ചെയ്തോണ്ടിരുന്ന സ്ഥാപനത്തിൽ നിന്ന് ശമ്പളം ലഭിക്കാതെ വന്നപ്പോൾ പുറത്ത് ചാടി ജോലി ചെയ്യേണ്ട അനുഭവങ്ങളൊക്കെ വന്നു. അങ്ങനെ പലപ്പോഴും ദിവസം എടുത്ത തീരുമാനത്തിൽ ഞാൻ ഉറച്ചു നിൽക്കാതെ പുറകോട്ട് പോയത് കൊണ്ടാണോ എന്നൊക്കെ ചിന്തിക്കുവാനിടയായി. ആ സന്ദർഭങ്ങളിലൊക്കെ ഞാൻ അവിടെ ഒരു സ്കൂളിൽ ഹാലിൽ പഠിപ്പിക്കുവാനുള്ള ഒരു അവസരം ദൈവം എനിക്ക് നൽകി. അങ്ങനെ എന്റെ ഹസ്ബൻഡ് സൗദിയിൽ നിന്ന് തിരിച്ചു വരുവാനിടയായി. വിസയൊക്കെ നഷ്ടപ്പെട്ടു. ഹാലലിയ. അങ്ങനെ നാട്ടിൽ കടന്നു വന്നു കുറച്ച് നാള് ഞങ്ങൾക്ക് ഒരുമിച്ച് ഹാലലി പിന്നെയും ജീവിപ്പാനൊക്കെ ദൈവം സഹായിച്ചു. ഹാലലിയ. അതിനുശേഷം രണ്ടാമത്തെ കുഞ്ഞ് ജനിച്ചു. ഹാലലിയ. സാമ്പത്തികമായൊക്കെ ഒത്തിരി ഞെരുക്കങ്ങളും വേദനകളൊക്കെ ഞങ്ങളുടെ ജീവിതത്തിൽ കടന്നു വന്നു. ഹാലലിയ. അങ്ങനെ 2013 ഞാന് സ്കൂളിൽ പഠിപ്പിച്ചുകൊണ്ടിരുന്ന സമയത്താണ് ഞങ്ങളുടെ ഭവനത്തിൻ്റെതായ ചെറിയ പണികൾ ഇങ്ങനെ നടന്നുകൊണ്ടിരുന്ന സമയത്ത് ഹാലലിയ എന്റെ കൈക്ക് ഇങ്ങനെ വലത്തെ കൈക്ക് പെട്ടെന്ന് ഒരു വേദന വരുവാനിടയായി. ഹാലലിയ. അതിന് മുമ്പ് ഹാലലിയ എനിക്കറിയാം എന്റെ ബ്രസ്റ്റിന്റെ മുകൾ ഭാഗത്തായിട്ട് ചെറിയ ഒരു മുഴ ഹാലലി കാണുവാനിടയായി. ഞാൻ ഹസ്ബൻഡ് നാട്ടിൽ വന്നപ്പോ ഇങ്ങനെ പറഞ്ഞപ്പോൾ പുള്ളിക്കാരൻ പറഞ്ഞു അത് നിനക്ക് അങ്ങനെ തോന്നുക ഒന്നുമില്ലെന്ന്. പക്ഷെ സ്വപ്നത്തിലൂടെ ഹാലലി എന്നെ ഇങ്ങനെ കാണിച്ചു. ഹാലലി ഞാനിങ്ങനെ പെട്ടെന്ന് രോഗിയായി തീരുന്നതും സ്ട്രെച്ചറിൽ എന്നെ ഇങ്ങനെ കിടത്തിക്കൊണ്ട് പോകുന്നു, ഞാനിങ്ങനെ മരിക്കുന്നു, എന്റെ കുഞ്ഞുങ്ങൾ അനാഥരാകുന്നൊക്കെ ആ സ്വപ്നം ഇങ്ങനെ 2-3 പ്രാവശ്യം പല രീതിയിൽ കാണുവാനിടയായി. അന്നേരം എല്ലാം ദൈവസന്നിധിയിൽ ഞാൻ എന്നെ തന്നെ ഏൽപ്പിച്ചു കൊടുത്ത് കർത്താവിന്റെ കാര്യങ്ങൾ ഏൽപ്പിച്ചു കൊടുത്ത് പ്രാർത്ഥിക്കുവാനിടയായി. ഇങ്ങനെ 2013 ജൂലൈ മാസത്തിലാണ് എന്റെ കൈക്ക് ഇങ്ങനെ വേദന വന്നപ്പോൾ അടുത്തുള്ള ഹെൽത്തില് പൈതലിന്റെ പനിയായിട്ട് അവനെ കൊണ്ട് പോയപ്പോൾ ലേഡി ഡോക്ടറോട് ഞാൻ ഇങ്ങനെ പറയുവാനിടയായി എന്റെ കൈക്ക് ഇങ്ങനെ ഒരു വേദനയുണ്ട് ഡോക്ടർ പെട്ടെന്ന് ചോദിച്ചു കടല വല്ലതും ഉണ്ടോ. അങ്ങനെ ഡോക്ടർ പരിശോധിച്ചപ്പോൾ ഹാലലി എന്റെ ബ്രസ്റ്റിന്റെ ഭാഗത്ത് വലിയൊരു മുഴ കാണുവാനിടയായി. അന്ന് വൈകിട്ട് തന്നെ എന്നോട് പറഞ്ഞു എത്രയും വേഗം ഹാലലിയ സർജനെ കാണുവാൻ പറയുവാനിടയായി. ഹാലലിയ. അങ്ങനെ കൊട്ടാരക്കര സർജനെ കാണിച്ചപ്പോൾ മാമ എടുക്കുവാനിടയായി. ഹാലലിയ. സ്കാനിങ്ങിലൂടെ ഒരു വലിയ ട്യൂമർ അതിനകത്തുണ്ടെന്ന് പറയുവാനിടയായി. പെട്ടെന്ന് തന്നെ എന്നോട് തിരുവനന്തപുരത്തേക്ക് എന്നെ റെഫർ ചെയ്തു. ഹാലലിയ. അതിനുശേഷം ഇത് എനിക്ക് താങ്ങുവാൻ കഴിയാത്തതായിരുന്നു. ഹാലലിയ. കാരണം അങ്ങനെ ഒരു രോഗത്തെ പറ്റി ഞാൻ ഒരിക്കലും മനസ്സിൽ പോലും ചിന്തിച്ച ഒരു കാര്യമല്ല. എങ്കിൽ തന്നെ ദിവസെല്ലാം റിപ്പോർട്ടുമായി അന്ന് വൈകുന്നേരം വീട്ടിൽ കടന്നു വന്ന് എന്റെ റൂം അടച്ച് ഞാൻ ദിവസെല്ലാം വാവിട്ട് തറയിൽ കിടന്ന് കരയുവാനിടയായി. കർത്താവേ ഹാലലിയ എന്റെ കുഞ്ഞുങ്ങളെ അനാഥരാക്കരുതേ എന്ന് പറഞ്ഞു ദിവസത്തിൽ കരയുവാനിടയായി. ഹാലലിയ. ദിവസം എന്നെ സമർപ്പിക്കുവാനും ഹാലലിയ എന്നെ കുറിച്ചുള്ള ദൈവത്തിന്റെ പദ്ധതി എന്താണ് കർത്താവെ അതെന്നിൽ നിവർത്തിക്കണമേ, അതിനായി എന്നെ സമർപ്പിക്കുന്നു വീണ്ടും പ്രാർത്ഥിപ്പാനിടയായി. അത് കുറെ സമയം ദിവസത്തിൽ ഞാൻ വാവിട്ട് കരഞ്ഞെന്ന് വൈകുന്നേരം. ഹാലലൂയ. ഭക്ഷണം കഴിപ്പാൻ പോലും കഴിയാതെ എന്റെ ഹസ്ബൻഡ് ഒന്നും കൂടെ ഇല്ല. 5 കുഞ്ഞുങ്ങൾ 2 പേരും മാത്രമാണ്. ഹാലലിയ. കർത്താവിനോട് കർത്താവിന്റെ കരങ്ങളിലേക്ക് അപ്പച്ചന്റെ ഇഷ്ടം ഹാലലിയ എന്നിൽ നിറവേറേണ്ടതിനായി ഞാൻ കർത്താവിന്റെ കരങ്ങളിലേക്ക് എന്നെ സമർപ്പിക്കുവാനിടയായി. അങ്ങനെ എന്നെ ഇവിടുന്ന് ഹോസ്പിറ്റലില് കൊട്ടാരക്കരയിൽ കൊണ്ടുപോകാനിടയായി. അങ്ങനെ ഡോക്ടർ സർജന് മാമോ ചെയ്യാൻ പറഞ്ഞു. മാമോ ചെയ്ത് കഴിഞ്ഞപ്പോൾ വലിയൊരു ട്യൂമർ എന്റെ ബ്രസ്റ്റിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടെന്ന് കാണുവാനിടയായി. അവിടുന്ന് പെട്ടെന്ന് എന്നെ തിരുവനന്തപുരത്തേക്ക് റെഫർ ചെയ്തു. അങ്ങനെ ഭവനത്തിൽ ഞാൻ കടന്നു വന്നു. ആ റിപ്പോർട്ടുമായി ദിവസങ്ങളിൽ വാവിട്ട് കരയുവാനിടയായി. രാത്രി കാലം ഒത്തിരി ഞാൻ ദിവസങ്ങളിൽ കരഞ്ഞു. അന്ന് എന്റെ LKG പഠിക്കുന്നു. മൂത്ത മോൻ 6ാം ക്ലാസ്സിൽ പഠിക്കുന്നു. ഹാലലുയ. ആ രാത്രികാലം പരിശുദ്ധാത്മാവ് വ്യക്തമായി എന്നോട് ഇടപെട്ടു. യോഹന്നാന്റെ സുവിശേഷം 15-ാം അധ്യായം എന്നോട് ഇടപെടുവാനിടയായി. അതിന്റെ 2ാമത്തെ വാക്യം ഹാലലുയ പരിശുദ്ധാത്മാവ് എന്നോട് വ്യക്തമായി ഇടപെട്ടു. കായ്ക്കുന്നതൊക്കെയും അധികം ഫലം കായ്ക്കേണ്ടതിന് ഞാൻ നിന്നെ ചെത്തി വെടിപ്പാക്കുന്നു. ഹാലലുയ. ആ വചനത്തിന്റെ മുമ്പിൽ ഹാലലുയ ഞാൻ എന്നെ സമർപ്പിക്കുവാനിടയായി. ഹാലലുയ. സ്തോത്രം സ്തോത്രം. കർത്താവിന് വേണ്ടി പിന്നെയും ഫലം കൊടുക്കുവാൻ കർത്താവ് എന്നെ കുറിച്ച് ആഗ്രഹിക്കുന്നു. ഹാലലുയ. ദൈവത്തിന്റെ ഇഷ്ടത്തിന് വേണ്ടി എന്നെ സമർപ്പിക്കുവാനിടയായി. ഞാൻ പറഞ്ഞു കർത്താവേ എനിക്ക് ജീവൻ നൽകുന്നു.
ആയുസ് നൽകി തരുന്നുവെങ്കിൽ എന്റെ കർത്താവിന് വേണ്ടി ഇനിയുള്ള കാലം ഞാൻ നിൽക്കാമെന്ന് രാത്രി കാലം സമർപ്പിക്കുവാനിടയായി. പിറ്റേ ദിവസം ഞങ്ങൾ തിരുവനന്തപുരത്ത് ഹോസ്പിറ്റലിലേക്ക് പോയി. ഹാലലി ആദ്യം ടെസ്റ്റ് നടത്തി. അതിനകത്ത് ഒരു കുഴപ്പമില്ലായിരുന്നെങ്കിൽ തന്നെ വീണ്ടും രോഗമുള്ള അത്രയും ഭാഗം ഹാലലി സർജറി ചെയ്തു മാറ്റി. അതിന്റെ റിസൾട്ട് വന്നപ്പോൾ ട്യൂമർ സൈസിലുള്ള വലിയൊരു മുഴ ക്യാൻസർ ആണെന്ന് ഡോക്ടർ പറഞ്ഞു. ആ നിമിഷം ആ റിസൾട്ട് പറയുന്ന റൂമിൽ എനിക്ക് ആ സമയം എന്റെ സമനില തെറ്റിപ്പോയ ഒരു അനുഭവമായിരുന്നു. എങ്കിലും ദൈവസന്നിധിയിൽ ഹാലലി എന്നോട് പറഞ്ഞ വചനത്തിൽ ഞാൻ മുറുകെ പിടിച്ചത്. ഹാലലി എന്റെ കർത്താവ് എന്നെ ചെത്തി വെടിപ്പാക്കുകയാണ്. ദൈവസന്നിധിയിൽ സമർപ്പിച്ചു കൊടുക്കുവാനിടയായി. അതിനുശേഷം ബ്രസ്റ്റ് മുഴുവനുമായിട്ട് ഹാലലി റിമൂവ് ചെയ്യുവാനിടയായി. ഹാലലി ആ സമയത്തൊക്കെ കർത്താവിൽ കൂടുതൽ ആശ്രയിപ്പാ ദൈവം എന്നെ സഹായിച്ചതിനുള്ള. അത് കഴിഞ്ഞ് കീമോയും ഹാലലി അതിനെ തുടർന്ന് റേഡിയേഷനൊക്കെ എന്റെ ശരീരത്തിൽ ചെയ്തു. വേദനകളിലൂടെ കടന്നുപോയ ചില വർഷങ്ങൾ എന്റെ ജീവിതത്തിന് മുമ്പിലുണ്ട്. ഒത്തിരി മാനസികമായും ശാരീരികമായും അതൊക്കെ ഞാൻ തകർന്നു പോയ വർഷങ്ങളാണ് എന്റെ ജീവിതത്തിൽ. എന്റെ ഹസ്ബൻഡ് അന്നും ഹാലലി ഗൾഫിന്റെ പ്രദേശത്തായിരുന്നു. ഹാലലി എന്റെ ഭവനത്തിൽ പിതാവിന്റെയും മാതാവിന്റെയും കൂടെ ആയിരിക്കും. ദൈവം സഹായിച്ചു. അവരെ പിതാവും മാതാവും എന്നെ ശുശ്രൂഷിപ്പാനൊക്കെ ദൈവം സഹായിച്ചു. അവിടെ ആയിരുന്നപ്പോഴും ഒത്തിരി വേദനകൾ, മാനസികമായി ഒത്തിരി ഭാരങ്ങൾ എന്റെ ജീവിതത്തിൽ കടന്നു വന്നു. ഹാലലി ട്രീറ്റ്മെന്റിലെല്ലാം ദൈവത്തിന്റെ കൃപ എന്നോട് കൂടെ ഇരുന്നു. എന്റെ മുടിയെല്ലാം ഒഴിഞ്ഞുപോയി. ആ സമയമൊന്നും എനിക്ക് ഓർക്കാൻ പറ്റത്തില്ല. ആരുടെ മുമ്പിൽ നിന്ന് കരയാതെ പലപ്പോഴും ബാത്റൂമിൽ ചെന്ന് ടാപ്പ് തുറന്ന് ഹാലലി വാവിട്ട് കരയും. ഹാലലി മുടികളെല്ലാം പോയ സമയം കണ്ട് അടി നോക്കി ഞാൻ പൊട്ടിക്കരഞ്ഞ സന്ദർഭങ്ങളുണ്ട്. ഹാലലിയ. എങ്കിലും ദൈവം അതിനെല്ലാം എനിക്ക് വിടുതൽ നൽകി തന്നു. ഹാലലിയ ഹാലലിയ. ഡോക്ടർ തന്നെ എന്നെ കാണുമ്പോൾ അത്ഭുതം പറയും, സുസിയുടെ മുടി ഇത്രയും പെട്ടെന്ന് കിളിച്ചല്ലോ എന്ന് പറയും. എന്നെ നോക്കിയ ജയമാർ സാറ് ഹാലലിയ എന്നോട് പ്രത്യേക ഒരു സ്നേഹമായിരുന്നു. ഹാലലിയ. ഹിന്ദുവായ മനുഷ്യനാണ്. അതൊക്കെ ഞാൻ വന്നിരിക്കുമ്പോ തന്നെ എന്നെ കാണുമ്പോ എന്നെ അകത്തോട്ട് വിളിക്കും. എപ്പോഴും ആ ഡോക്ടറെ എന്നെ കാണുമ്പോ പറയും, സൂസി നല്ല ധൈര്യത്തിലാണല്ലോ, ഹാലലിയ സൂസി പ്രാർത്ഥിക്കുന്നവളാണ് എന്നൊക്കെ ഡോക്ടർ എന്നോട് ഇങ്ങനെ പറയും. ഞാൻ പറയും, ഞങ്ങൾ യേശുവിനോട് പ്രാർത്ഥിക്കുന്നവരാണെന്ന്. അല്ല, എന്റെ യേശു എനിക്ക് വേണ്ടി വലിയ ചെയ്യൂ എന്നൊക്കെ ഞാൻ ഡോക്ടറോട് പറയുവാനിടയായി. ഹാലലിയ. അതിനുശേഷം ട്രീറ്റ്മെന്റ് ഒക്കെ കഴിഞ്ഞ് എന്റെ വേറൊരു ടെസ്റ്റ് ഇങ്ങനെ അയച്ചപ്പോ സമയത്ത് അത് ഹാലലിയ നെഗറ്റീവ് ആണോ പോസിറ്റീവ് ആണോ എന്നറിയാൻ വേണ്ടി ERPR എന്ന് പറഞ്ഞ ടെസ്റ്റ് നടത്തിയപ്പോ ദൈവം അത്ഭുതം ചെയ്തു. ഹാലലിയ. അത് നെഗറ്റീവ് ആണെങ്കിൽ നമ്മളിങ്ങനെ വർഷം തോറും ഇങ്ങനെ ഗുളികൾ കഴിച്ചുകൊണ്ടിരിക്കണം. എങ്കിലും ദൈവം അതും എനിക്ക് അത്ഭുതകരമാക്കി ദൈവം എന്നെ വിടുവിച്ചു. കാരണം രാത്രിയിൽ ഹാലലിയ യാമങ്ങളിലൊക്കെ ദൈവസന്നിധി വാവിട്ട് കരയാറുണ്ട്. ഹാലലിയ. അന്നേരൊക്കെയും ദൈവത്തിന്റെ ആ ദൂതന്മാരുടെ ആ സംരക്ഷണം എന്റെ ശരീരത്തെ അനുഭവിച്ചറിയുവാൻ കർത്താവ് സഹായിച്ചു. ഹാലലിയ. റേഡിയേഷൻ ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് ഹാലലിയ എനിക്ക് ഒരു വലിയ പ്രതിസന്ധി നേരിടേണ്ടി വന്നു. ഭവനത്തിന്റെ ചില പണികൾ നടന്നുകൊണ്ടിരുന്ന സമയത്ത് ഹാലലിയ ഞാൻ അടുക്കളയുടെ പിൻഭാഗത്ത് നിൽക്കുന്ന സമയത്ത് ചിമ്മിനിയുടെ മുകളിൽ നിന്ന് വലിയൊരു കട്ടളയുടെ പീസ്, മഴയുടെ സമയമാണ്, കാറ്റടിച്ച് എന്റെ തലയിൽ വന്ന് ഉച്ചിയിൽ വീഴുവാനിടയായി. പെട്ടെന്ന് ഞാൻ ബോധരഹിതയായി താഴെ വീണു. ഹാലലി. പെട്ടെന്ന് ചോരയിൽ കുളിച്ച് ഇവിടുന്ന് ഹോസ്പിറ്റലിൽ എടുത്തുകൊണ്ട് ഓടി. ഹാലലിയ. അവിടെ ചെന്ന് എനിക്ക് തലയിൽ 8 സ്റ്റിച്ച് ഹാലലി ഇടുവാനിടയായി. അത്രയ്ക്ക് ആഴത്തിലുള്ള ഒരു മുറിവായിരുന്നു. എങ്കിലും ദൈവം എന്നെ അത്ഭുതമായി അതിൽ നിന്ന് എന്നെ മരണത്തിൽ നിന്ന് ദൈവം എന്നെ വിടുവിച്ചു. അതിനുശേഷം ഹാലലി വീണ്ടും 2015 ഹാലലി എനിക്ക് ബ്ലീഡിങ് ഉണ്ടാവാനിടയായി. 5 മാസത്തോളം ഹാലലി ബ്ലീഡിങ് ഇങ്ങനെ ഉണ്ടായി. ആരോടും പറയുവാൻ ഹാലലി കഴിയില്ല. ഹോസ്പിറ്റലിൽ പോവും വരും ഹാലലി. എങ്കിലും എനിക്ക് അതിൽ നിന്നൊരു വിടുതൽ കിട്ടാതായി. എന്റെ കൂടെ ആരുമില്ല. ഞാനും എന്റെ 2 കുഞ്ഞുങ്ങൾ മാത്രം. ഞങ്ങൾ ഒറ്റയ്ക്ക്. ഹസ്ബൻഡ് വിദേശത്തായിരുന്ന ആ സമയത്ത് ഹാലലിയ രാത്രിയുടെ യാമങ്ങളിലൊക്കെ വളരെ ശരീരം എഴുന്നേറ്റിരിക്കുവാൻ പോലും കഴിയാത്ത അവസ്ഥയിൽ തളർന്നു പോയ അനുഭവങ്ങളുണ്ട്. പിറ്റേ ദിവസം ഞാൻ രാവിലെ സ്കൂളിൽ പോകണ്ട. അന്ന് രാത്രിയിൽ ഞാൻ കിടന്നപ്പോൾ ഒരു പൈശാചിക ശക്തി അല്ലെങ്കിൽ ഒരു സ്ത്രീയുടെ രൂപം എന്റെ മുമ്പിൽ വന്ന് നിന്നിട്ട് പറഞ്ഞു, ഞാൻ ഇന്ന് നിന്നെയും കൊണ്ട് പോകത്തുള്ളെന്നും പറഞ്ഞ് എന്നോട് ഇങ്ങനെ വെല്ലുവിളിക്കുക. ഹാലലിയ. എനിക്ക് അവരുടെ രൂപം കണ്ടതിൽ കറുത്ത ഒരു രൂപം. ഹാലലിയ. ഞാന് ഹാലലിയ. 2 കുഞ്ഞുങ്ങൾ ഇപ്പുറത്ത് കിടക്കുന്നു. ഞാൻ എനിക്ക് എന്റെ ശരീരത്തിന്റെ ശക്തിയെല്ലാം ക്ഷയിച്ചു. പക്ഷെ ഉള്ളിൽ എനിക്ക് നല്ല ബലമുണ്ട്. ഞാൻ ആത്മാവിൽ അന്യഭാഷയിൽ അതിനോട് പോരാടുവാനിടയായി. ഹാലലിയ. ആത്മാവിൽ ശക്തിയോട് ഞാനിങ്ങനെ പ്രാർത്ഥിച്ചു. ഹാലലിയ. അങ്ങനെ പ്രാർത്ഥിച്ചു. ഹാലലിയ. പ്രാർത്ഥിച്ചു. പെട്ടെന്ന് കണ്ണു തുറന്നു. ഹാൽ നോക്കിയപ്പോ അത് എന്റെ റൂമിൽ നിന്ന് ഇങ്ങനെ ഇറങ്ങി ഹാലലിയ വെളിയിൽ പോവുകയും പെട്ടെന്ന് ഞാൻ കിടന്ന റൂമിന്റെ വാതിക്കൽ ഒരു പട്ടി ഇങ്ങനെ ഭയങ്കരമായി കേൾപ്പാനിടയായി. ഞാൻ പരിശുദ്ധാത്മാവിന്റെ ശക്തിയാൽ നിറഞ്ഞ അന്യഭാഷയിൽ ആരാധിപ്പാനിടയായി.
ആ രാത്രി കാലം കർത്താവ് എന്നെ ഹാലലിയ സുതരമായി വിടുവിച്ചു. അന്ന് പകല് കുഞ്ഞിനോട് ഞാൻ പറഞ്ഞു, മോൻ ഇന്ന് സ്കൂളിൽ പോണ്ട, മമ്മിക്ക് ഒട്ടും വയ്യ, എഴുന്നേറ്റൊന്നും ചെയ്യാനുള്ള ആരോഗ്യം. എന്റെ കുഞ്ഞാണ് ഹാലലിയ, എനിക്ക് അടുത്ത വെള്ളമൊക്കെ കൊണ്ടുവച്ച് ഇങ്ങനെ ഒഴിച്ചു തരും, അതുപോലെ എനിക്ക് വയ്യ. വെള്ളിയാഴ്ച ദിവസം ഞങ്ങളുടെ ചർച്ചിലെ ഒരു ആന്റി ഹാലലിയ എന്റെ വിവരം അറിയുവാൻ കഴിഞ്ഞു. ഹാലലി ഇവിടെ വന്നപ്പോൾ ഞാൻ കട്ടിലേലെ തണുത്ത് വിറച്ച് ഹാലലിയ അനങ്ങാൻ വയ്യാതെ കിടക്കുന്ന ഒരു അനുഭവമാണ്. എന്റെ കൈയൊക്കെ പിടിച്ചു നോക്കിയപ്പോൾ കൈയും കാലും എല്ലാം ഐസ് പോലെ തണുത്തിരിക്കുന്നു. എനിക്ക് സംസാരിക്കാൻ വയ്യ. പെട്ടെന്ന് അവർ ആ ഓട്ടോയിൽ തന്നെ വീട്ടിൽ പോയി ഹാലലിയ തിരിച്ചു വന്ന് എന്നെ ആ ഓട്ടോയിൽ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാനിടയായി. അവിടെ ചെന്ന് പെട്ടെന്ന് ഡോക്ടർ പൾസ് നോക്കിയപ്പോ പൾസൊക്കെ കുറഞ്ഞു, ഓക്സിജൻ ലെവൽ കുറഞ്ഞു, വല്ലാത്ത കണ്ടീഷനിലായി. ഡോക്ടർ പറഞ്ഞു പെട്ടെന്ന് യൂട്രസ് റിമൂവ് ചെയ്യണം, അല്ലാതെ മരുന്ന് കഴിച്ചിട്ടൊന്നും യാതൊരു കാര്യമില്ല. സ്കാൻ ചെയ്തപ്പോൾ യൂട്രസിന്റെ റൈറ്റ് ഓവറിൽ 2 സിസ്റ്റ് കാണുവാനിടയായി. ഇങ്ങനെ ഒരു രോഗം വന്നിട്ട് ഡോക്ടർ പറഞ്ഞു വെച്ചുകൊണ്ടിരിക്കേണ്ട, അത് എത്രയും വേഗം റിമൂവ് ചെയ്യാൻ പറഞ്ഞു. അങ്ങനെ ഹാലലിയ എനിക്ക് സർജറി ചെയ്യുവാനിടയായി. എന്റെ ഹാലലിയ യൂട്രസ് റിമൂവ് ചെയ്തു. ഹാലലിയ റിമൂവ് ചെയ്ത് എന്റെ ഓപ്പറേഷൻ കഴിഞ്ഞ് വീട്ടിൽ വന്നതിന് ശേഷം ഒരു വലിയ പനി എനിക്കിങ്ങനെ വന്ന് എന്റെ ശരീരത്ത് പനി വന്നിട്ട് ഹാലലിയ അന്ന് രാത്രിയിലെ ശരീരം മൊത്തം വേദനയായിട്ട് ഞാൻ എന്റെ ഹസ്ബൻഡിനെ വിളിച്ചു വരുത്തി. ഹസ്ബൻഡ് നാട്ടിൽ വന്നു. ഹാലലിയ അങ്ങനെ കിടന്നുറങ്ങിയ സമയത്ത് ഹാലലിയ വേദന കൊണ്ട് ഇങ്ങനെ ഞാൻ പൊളയുകയാണ്. ഹാലലിയ പെട്ടെന്ന് ഒരു ദർശന ദൈവം എന്നെ കാണിക്കുവാണ്. എന്റെ കർത്താവ് കാൽവറി ക്രൂശിലെ ഹാലലിയ ഹാലലിയ യാഗമായ ക്രൂശിത രൂപം ഹാലലിയ ഇങ്ങനെ കാണുവാൻ ലൈവായിട്ട് കാണുന്നത് പോലെ കർത്താവ് എന്നെ കാണിക്കുവാനിടയായി. ഹാലലിയ ഞാനപ്പോ ഇങ്ങനെ ഇത് കണ്ടിട്ട് വാവിട്ട് ഞാൻ ഇങ്ങനെ കരയുവാണ്. ഹാലലിയ ഇത് കണ്ടിട്ട് ഹാലലിയ ക്രൂശിന്റെ ചുവട്ടിൽ ഞാൻ ഇങ്ങനെ കരയും. എന്റെ കൂടെ ഒത്തിരി പേരുണ്ട്. വാവിട്ട് ഇങ്ങനെ കരയുന്നു. ഹാലലിയ പെട്ടെന്ന് എന്റെ എങ്ങനടി കേട്ട് എന്റെ ഹസ്ബൻഡ് എന്നെ തട്ടി ഉണർത്തി. ഹാലലിയ എന്തിനാ നീ കരയുന്നത്, എന്തോ പറ്റി, എന്തോ വേദന, എന്തോ? അപ്പൊ ഞാൻ കണ്ടത് ഇത് പെട്ടെന്ന് നോക്കിയപ്പോ എന്റെ ശരീരം തണുത്തു, പനി എന്നെ വിട്ടുപോയി. എന്റെ ഹാലലിയ കർത്താവ് എന്നെ കാണിച്ചതാണ്. എന്റെ കർത്താവ് എനിക്ക് വേണ്ടി എന്ത് വേദന കാൽവറി ക്രൂശിൽ സഹിച്ചു എന്നുള്ളത് കർത്താവ് എന്നെ ദർശനത്തിലൂടെ കാണിച്ചു. ആ രാത്രികാലം ഹാലലിയ എന്റെ ശരീരത്തിലെ വേദന വിട്ടുമാറി സൗഖ്യമായിട്ട് എഴുന്നേൽപ്പാൻ ദൈവം ഇടയാക്കി. ഹാലലിയ അങ്ങനെ ദൈവകൃപയിൽ ഹാലലിയ ഓരോ നിമിഷമായിരിക്കാനും ദൈവത്തോട് കൂടുതൽ അടുക്കുവാനും ഒത്തിരി ആത്മീയ ബന്ധങ്ങൾ ഹാലലിയ ഈ രോഗം വന്നതോടുകൂടെ എനിക്ക് ഒത്തിരി ആത്മീയമായ ബന്ധങ്ങൾ ഹാലലിയ കർത്താവ് എനിക്ക് നൽകി തരുവാനിടയായി. അനേക ഭവനങ്ങൾ കയറി ഇറങ്ങുവാനും ട്രാക്ട് കൊടുക്കുവാനും അനേർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനും ദൈവം ഹാലലിയ എന്നെ എവിടെയൊക്കെ അയക്കുന്ന അവിടങ്ങളിലൊക്കെ പോകുവാനും പ്രാർത്ഥിപ്പാനൊക്കെ ആ കാലഘട്ടത്തിൽ കർത്താവ് എന്നെ ഉപയോഗിച്ചു. ഹാലലിയ അതിനുശേഷം എന്റെ ഹസ്ബൻഡ് പിന്നെ തിരിച്ച് വിദേശത്ത് പോയില്ല. എന്റെ ശാരീരികമായ അവസ്ഥ നിമിത്തം നാട്ടിൽ അയൽപ്പാനിടയായി. അങ്ങനെ കൊച്ചി റിഫൈനറിയിൽ എറണാകുളത്ത് വർക്ക് ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് മോൻ 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്താണ് ഹസ്ബൻഡ് നാക്കിനകത്ത് ചെറിയൊരു മുറിവ്, അത് കടിച്ചതാണ്, പല്ലുകൊണ്ട് കടിച്ചൊരു ചെറിയ മുറിവ് ഉണ്ടാകുവാനിടയായി. ആ മുറിവ് 3 മാസം ഇങ്ങനെ കൊണ്ട് കരിയാതിരുന്നപ്പോ ഞാൻ പറഞ്ഞത് വെച്ചുകൊണ്ടിരിക്കണ്ട, എന്നെ കാണിക്കുന്ന ഡോക്ടറെ നമുക്കൊന്ന് കാണിച്ചു നോക്കാം. അങ്ങനെ കൊട്ടാരക്കര ഹോസ്പിറ്റലിലൊക്കെ പോയി കാണിച്ചിട്ടും മരുന്ന് കഴിച്ചിട്ടൊന്നും മുറിവ് വലുതായി വരുന്നല്ലാതെ അതിനൊരു കുറവ് കാണുന്നില്ല. ഹാലലിയ അങ്ങനെ ഞങ്ങള് തിരുവനന്തപുരത്ത് മെഡിക്കൽ കോളേജ് ഡോക്ടറെ കാണിച്ചു. ഹാലലിയ അതിന്റെ ടെസ്റ്റ് ചെയ്തപ്പോൾ നാക്കയില് ക്യാൻസർ ആണെന്ന് പറയുവാനിടയായി. അത് കേട്ടപ്പോൾ ഒത്തിരി വേദന ഉണ്ടായി. കർത്താവേ ഇതെന്തൊരു പരീക്ഷണമാണ്, ഒന്നിനു പുറകെ ഒന്നായി ഞങ്ങളുടെ ജീവിതത്തെ തകർത്ത് കളയുക. ശത്രുവിന്റെ മുഴുവനത്തോട് ഞങ്ങൾക്കെതിരെ പോരാടിയെങ്കിലും ഹാലലിയ ഞാൻ ആരെ വിശ്വസിച്ചിരിക്കുന്നവന്റെ ഉപനിധി ആ നാൾ വരെ കാക്കുവാൻ ശക്തി കർത്താവ് എന്റെ ഉള്ളിൽ ഹാലലിയ ബലം നൽകി തന്നു. ഹാലലിയ പലപ്പോഴും ഹാലലിയ മാനുഷ്യമായി വളരെയധികം വേദനകളുണ്ട്, ഭയപ്പെട്ടു പോയ സന്ദർഭങ്ങളുണ്ട്, എന്ത് സംഭവിക്കാൻ പോകുന്നൊക്കെ ചിന്തിച്ചു. അന്നേരം ഹസ്ബൻഡ് ഇങ്ങനെ രോഗം വരുന്നതിന് മുമ്പ് ദൈവം എന്നെ കാണിച്ച് എന്റെ ഹസ്ബൻഡ് ഇങ്ങനെ മരിച്ചു പോകുന്നു, അടക്കം ചെയ്യുന്നു ഒക്കെ എന്നെ ദൈവം കാണിക്കുവാനിടയായി. എങ്കിലും ഞാൻ ദൈവസന്നിധിയിൽ ശക്തമായി പ്രാർത്ഥിപ്പാനിടയായി. രാത്രി ഒരു ദിവസം ഇങ്ങനെ കിടന്നുറങ്ങിയപ്പോൾ ഞാൻ കാണുകയാണ് ഭയങ്കര ഒരു പാമ്പ് എന്റെ നേർക്ക് ഇങ്ങനെ ചാടി വരുന്നു. ഹാലലിയ അതിങ്ങനെ പത്തി വിടർത്തി എന്റെ നാടുകയാണ്. അത് രാത്രികാലം ഞാൻ പരിശുദ്ധാത്മാവിന്റെ ശക്തിയാൽ ഹാലലിയ അതിന്റെ നേരെ പ്രാർത്ഥിച്ചു. ഞാൻ എന്റെ വലത് കൈകൊണ്ട് അതിന്റെ തലയെ ഞാനിങ്ങനെ തകർക്കുന്ന ഒരു കാഴ്ച കർത്താവിനെ കാണിക്കുവാനിടയായി. ഹാലലിയ
ആ രാത്രികാല ദിവസം ശക്തമായി പ്രാർത്ഥിച്ചു. ഹല്ലേലൂയ. വിവിധമാന നിലകളിലുള്ള പൈശാചി ശക്തികൾ, അതിന്റെ നിലവിലുള്ള 7 പ്രാവശ്യം മൂർഖം പാമ്പ് ഇങ്ങനെ ഞങ്ങളുടെ ഭവനത്തിൽ ഞങ്ങളുടെ ഭവനത്തിനകത്ത് ഇങ്ങനെ കടന്നു വരുവാനിടയായി. ഹല്ലേലൂയ. എവിടെ നോക്കിയാലും ഇങ്ങനെ പാമ്പിന്റെ ഇത്, അതൊക്കെ ദിവസം ഒത്തിരി പ്രാർത്ഥിച്ചു. ഹല്ലേലൂയ. ദൈവം അതിൽ നിന്നെല്ലാം ഞങ്ങൾക്ക് നീക്കുപോക്കും വിടുതൽ നൽകി തന്നു. അങ്ങനെ എന്റെ ഹസ്ബൻഡ് ഹല്ലേലൂയ ഉണ്ടായ പ്രയാസം ഹല്ലേലൂയ സർജറി ചെയ്ത് നീക്കുവാനിടയായി. ഹല്ലേലൂയ എത്രയോ ഭാഗം സർജറി ചെയ്ത്, പ്ലാസ്റ്റിക് സർജറി ചെയ്തു. ഹല്ലേലൂയ അതിന് ശേഷമായി 30 റേഡിയേഷൻ ഹല്ലേലൂയ 2018 ഈ പ്രയാസം നടക്കുന്നത്. അങ്ങനെ 30 റേഡിയേഷൻ എടുക്കുവാനിടയായി. അതിനുശേഷമൊക്കെ സൗഖ്യമായി വന്നു. ജോലിക്കൊക്കെ പോയിക്കൊണ്ടിരുന്നപ്പോഴാണ് ഈ കഴിഞ്ഞ ഡിസംബറിൽ വീണ്ടും നാവിന്റെ ഇപ്പുറത്തെ സൈഡിൽ അതുപോലെ അസ്വസ്ഥ ഉണ്ടായി. അത് സർജറി കഴിഞ്ഞു ഇരുന്ന സമയത്താണ് ഇപ്പോൾ വീണ്ടും ഹല്ലേലൂയ തൊണ്ടയിലേക്ക് അത് സ്പ്രെഡായി അല്പമായ പ്രയാസത്തിലൂടെ കഴിഞ്ഞ 2 മാസങ്ങൾ കടന്നുപോയി. ഹല്ലേലൂയ വീണ്ടും 30 റേഡിയേഷൻ എടുക്കുവാനിടയായി. ശരീരം ഒത്തിരി ക്ലേശത്തിലൂടെ കടന്നുപോയി. എങ്കിലും ദൈവം അത്ഭുതമായി വിടുവിച്ചു. ഹല്ലേലൂയ. രോഗം വന്നപ്പോഴൊക്കെ ദൈവം എനിക്ക് അമിതമായ ഒരു ധൈര്യം എന്റെ ഉള്ളിൽ നൽകി തന്നു. ഹല്ലേലൂയ. ദിവസമായി പ്രാർത്ഥിപ്പാൻ അനേക ദൈവമക്കൾ അവിടങ്ങളായിരുന്നു ഞങ്ങളെ ഓർക്കുവാനും പ്രാർത്ഥിപ്പാനൊക്കെ ദൈവം സഹായിച്ചു. ഹല്ലേലൂയ. ദിവസങ്ങളിൽ ഹല്ലേലൂയ ദൈവം ഞങ്ങളെ കുറിച്ച് ആഗ്രഹിക്കുന്ന ആ പദ്ധതിയിലേക്ക് പരിശുദ്ധാത്മാവ് ഞങ്ങളെ ഹല്ലേലൂയ കൊണ്ടുവരുവാൻ പിന്നെയും ഹല്ലേലൂയ ദൈവമക്കളുടെ പ്രാർത്ഥന ചോദിക്കുന്ന അളവിൽ ദൈവരാജ്യത്തിന് വേണ്ടി പ്രവർത്തിപ്പാൻ ദൈവം സഹായിക്കേണ്ടതിന് പ്രാർത്ഥന ഈ സമയം ഞാൻ ചോദിക്കുകയാണ്. ഹല്ലേലൂയ. ശാരീരികമായ ഒത്തിരി ബുദ്ധിമുട്ടുകൾ ഞാൻ കടന്നു പോകേണ്ടത്. അതിന് 18 എന്റെ ഹസ്ബൻഡിന് ഹല്ലേലൂയ നാക്കേൽ ഇങ്ങനെ ഒരു ചെറിയ പ്രയാസം ഉണ്ടാവാനിടയായി. ഹല്ലേലൂയ ജോലി ചെയ്യുന്ന സമയത്ത് അറിയാതെ നാക്കേൽ കടിച്ചതാണ്. ആ മുറിവ് കരിയാതെ 3 മാസം പ്രയാസത്തിലൂടെ ഇങ്ങനെ പോയി. അങ്ങനെ ഡോക്ടറെ കാണിച്ചപ്പോൾ അത് ടെസ്റ്റ് ചെയ്തപ്പോൾ ടങ് ക്യാൻസർ ആണെന്ന് പറയുവാനിടയായി. അങ്ങനെ ഹല്ലേലൂയ കേട്ടപ്പോൾ ഒത്തിരി ഭാരം ജീവിതത്തിൽ ഉണ്ടായി. എങ്കിൽ തന്നെ ദൈവസ്ഥാനിൽ പ്രാർത്ഥിച്ചു. എന്നെ വിടുവിച്ച ദൈവത്തിന് ഹല്ലേലൂയ ഹസ്ബൻഡിനെ വിടുവിപ്പാൻ ഹല്ലേലൂയ കഴിയുമെന്ന് ഞാൻ പൂർണ്ണമായി ദൈവത്തിൽ വിശ്വസിച്ചു. അങ്ങനെ ഹല്ലേലൂയ നാക്കിന്റെ സർജറി ചെയ്യുവാനിടയായി. സർജറി ചെയ്ത് പ്ലാസ്റ്റിക് സർജറി ചെയ്ത് ഹല്ലേലൂയ അങ്ങനെ ഭവനത്തിൽ കടന്നു വന്നു. അതിന് ശേഷമായിട്ട് 30 റേഡിയേഷൻ ഹല്ലേലൂയ എന്റെ മകന്റെ ശരീരത്തെ എടുക്കുവാനിടയായി. ശരീരമായൊക്കെ ഒത്തിരി ക്ലേശങ്ങളിലൂടെ എന്റെ മകൻ കടന്നുപോയി. എങ്കിൽ തന്നെയും ദൈവത്തിൽ ഞങ്ങൾ ആശ്രയിച്ചു. ദൈവത്തിൽ അധികമായി പ്രാർത്ഥിപ്പാനൊക്കെയുള്ള കൃപ ദൈവം ഞങ്ങൾക്ക് നൽകി തന്നു. ഹല്ലേലൂയ. ഈ പ്രതിസന്ധിയിലൂടെ ഒക്കെ കടത്തി വിടുന്നത് ദൈവം ഞങ്ങളെ ശുദ്ധീകരിക്കാനാണെന്ന് മനസ്സിലാക്കി ദൈവസന്നിധി ഹല്ലേലൂയ വീണ്ടും വീണ്ടും കർത്താവിനോട് ഹല്ലേലൂയ ഹല്ലേലൂയ അപ്പന്റെ ഹല്ലേലൂയയ്ക്കായി ഞങ്ങൾ അപേക്ഷിക്കുവാനിടയായി. കർത്താവിന് സൗഖ്യം കൊടുത്തു. ജോലിക്കൊക്കെ പിന്നെയും കടന്നുപോയി. എങ്കിൽ തന്നെയും കഴിഞ്ഞ ഡിസംബറിൽ വീണ്ടും ഹല്ലേലൂയ പ്രതിസന്ധി ഹല്ലേലൂയ നാവിൽ വരികയും ഹല്ലേലൂയ വീണ്ടും ഒരു സർജറി ചെയ്യേണ്ട ആവശ്യം വന്നു. അതിനുശേഷം ഇപ്പോൾ വീണ്ടും 30 റേഡിയേഷൻ കഴിഞ്ഞിടയിൽ എടുക്കേണ്ടതായിട്ട് വന്നു. ശാരീരികമായ ഒത്തിരി ക്ലേശത്തിലൂടെയൊക്കെ മകൻ കടന്നുപോയിക്കൊണ്ടിരുന്നു. വേണ്ട വിധത്തിൽ ആഹാരം കഴിക്കുവാനും സംസാരിക്കുവാനൊന്നും കഴിയാത്ത വലിയ പ്രയാസത്തിലൂടെ ഹല്ലേലൂയ ഒരു മനുഷ്യന്റെ ശരീരത്തെ താങ്ങുവാൻ കഴിയാത്ത രീതിയിലുള്ള 60 റേഡിയേഷൻ ഹല്ലേലൂയ 5 വർഷത്തിനിടയിൽ ആ ശരീരത്തെ ഏൽക്കുവാനിടയായി. ഹല്ലേലൂയ കഴുത്തിലൊക്കെ പൊള്ളലേറ്റ് വളരെ പ്രതിസന്ധിയിലൂടെ വളരെ ക്ഷീണത്തിലൂടെ ഒക്കെ ഹല്ലേലൂയ കടന്നുപോയി. പലപ്പോഴും ട്യൂബിലൂടെ ഒക്കെ ഫുഡ് കൊടുക്കേണ്ട അവസ്ഥകളൊക്കെ ആണ്. ഇപ്പോഴെങ്കിൽ തന്നെയും ദൈവാത്ഭുതമായി ഹല്ലേലൂയ രോഗത്തിൽ നിന്ന് വിടുവിച്ചെന്ന് ഞാൻ പൂർണ്ണമായും വിശ്വസിക്കുന്നു. ദൈവത്തിന് ഞങ്ങളെ കുറിച്ചുള്ള ഹല്ലേലൂയ ദൈവത്തിന്റെ പദ്ധതിയിലേക്ക് ഹല്ലേലൂയ ഞങ്ങൾ പൂർണ്ണമായി പിന്നെയും കുടുംബമായി ദൈവത്തിന് വേണ്ടി നിൽക്കണം എന്നുള്ളത് ദൈവത്തിന്റെ പദ്ധതിയാണ്. ഹല്ലേലൂയ ഈ ദിവസങ്ങളിൽ അതിനായി ഞങ്ങളെ തന്നെ ഒരുക്കി ദൈവം ആഗ്രഹിക്കുന്ന ഹല്ലേലൂയ അളവില് അനേകർക്ക് ഞങ്ങൾ ഒരു ആശ്വാസമായി തീരുവാൻ ഹല്ലേലൂയ കർത്താവ് ഞങ്ങളെ കരങ്ങളെടുത്ത് ഉപയോഗിക്കേണ്ടതിന് ഹല്ലേലൂയ ദൈവജനത്തിന്റെ പ്രാർത്ഥന ഈ സമയം ഞാൻ ചോദിക്കുന്നു. ഹല്ലേലൂയ അനവധി കഷ്ടങ്ങൾ ഞങ്ങളെ കാണുമാറാക്കിയവനെ നീ ഞങ്ങളെ വീണ്ടും ജീവിപ്പിക്കുന്നുള്ള വചനം ഹല്ലേലൂയ അല്ലൊരു പുതുജീവൻ ദിവസങ്ങളിൽ കർത്താവ് പകരും. ഹല്ലേലൂയ എന്നെ കേൾക്കുന്ന ഹല്ലേലൂയ അനേക പ്രിയപ്പെട്ടവര് ഇതിനാൽ രോഗികളായി ഭാരപ്പെടുന്നവർ ഇതിനകത്തുണ്ടെന്ന് എനിക്കറിയാം. ഹല്ലേലൂയ ഹല്ലേലൂയ ദൈവം നമ്മുടെ ജീവിതത്തിൽ ഹല്ലേലൂയ കഷ്ടങ്ങളും വേദനകളും ശോധനകളിലൂടെ ഒക്കെ ദൈവം നമ്മളെ കടത്തിവിടുന്നത് നമ്മൾ തകർത്ത് കളയുവാനല്ല. ഹല്ലേലൂയ ഹല്ലേലൂയ വാഗ്ദത്തമുള്ളവൻ
അവനെ തകർത്ത് കളയുവാൻ ഈ ലോകത്തിലെ ഒരു ശക്തിക്കും കഴിയത്തില്ല. ഹല്ലേലൂയ. ദൈവം വാഗ്ദത്തം ചെയ്ത ദൈവം വിശ്വസ്തനാണ്. അവൻ വാക്ക് പറഞ്ഞാൽ മാറാത്ത കർത്താവാണ്. എല്ലാ രോഗങ്ങൾക്കും നല്ല വൈദ്യനാണ് നമ്മുടെ കർത്താവ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. ദിവസങ്ങൾ ഹല്ലേലൂയ ഞാൻ നിന്നെ സൗഖ്യമാക്കുന്ന യഹോവ എന്ന് അരുളി ചെയ്ത കർത്താവ്. അപ്പച്ചൻ അടിപ്പിണരാലുള്ള സൗഖ്യം വന്നിരിക്കുക ഈ ദിവസങ്ങൾ. ആ സൗഖ്യത്തിൽ ഹല്ലേലൂയ, ആ സൗഖ്യത്തിൽ നമ്മുടെ വിശ്വാസത്തോടെ ഏറ്റെടുത്ത് അത് നമ്മുടെ നാവ് കൊണ്ട് നമ്മൾ പ്രഖ്യാപിക്കുമ്പോൾ ഹല്ലേലൂയ എന്റെ ദൈവത്തിന് കഴിയാത്തതായിട്ടൊന്നുമില്ല. ഹല്ലേലൂയ. അസാധ്യങ്ങളെ സാധ്യമാക്കി തീർക്കുന്ന ദൈവം. പലപ്പോഴും പലരും ഞങ്ങളെ അത്ഭുതത്തോടാണ് നോക്കാറുണ്ട്. എങ്ങനെ ഇതിനെ തരണം ചെയ്യുന്നു? ഒരു വീട്ടിൽ 2 പേർക്ക് ഇത്രയും പ്രതിസന്ധി ഹല്ലേലൂയ വന്ന് എങ്ങനെയാണ് നിങ്ങൾ ചിരിച്ച മുഖത്തോടെ ഞാൻ ഹല്ലേലൂയ പോകുമ്പോഴൊക്കെ പറയും ഹല്ലേലൂയ സുസിനെ കണ്ടാൽ ഇങ്ങനെ രോഗം വന്നതെന്ന് പറയത്തേ ഇല്ല. എങ്കിലും അവിടൊക്കെയും ഹല്ലേലൂയ ദൈവസന്നിധിയിൽ ഹല്ലേലൂയ അതുപോലെ കർത്താവിന്റെ സന്നിധിയിൽ കരയുകയും പ്രാർത്ഥിക്കുകയും ദൈവത്തിന്റെ വചനവും ഹല്ലേലൂയ ദൈവത്തിന്റെ വാഗ്ദത്തങ്ങളുമാണ് എന്നെ ഹല്ലേലൂയ ഉറപ്പോടെ ധൈര്യത്തോടെ ഇന്നും നിർത്തിയിരിക്കുന്നത്. ഹല്ലേലൂയ. മനുഷ്യമായ നിലകളില് ഒരു ശക്തിയും ബലവും ഒന്നും ഹല്ലേലൂയ ജീവിതത്തിൽ ഇല്ല. ഹല്ലേലൂയ. വചനത്തിൽ പൗലോസ് പറയുന്നത് പോലെ ബലഹീനതയിൽ തികഞ്ഞു വരുന്ന ദൈവശക്തി ഹല്ലേലൂയ ഓരോ നിമിഷവും ദൈവം ഞങ്ങളുടെ ജീവിതത്തിന്മേൽ പകർന്നു തന്നു. ഹല്ലേലൂയ. ദൈവം ഇന്നയോളം നടത്തി. ഹല്ലേലൂയ. ആ സർവശക്തനായ ദൈവത്തിന്റെ സന്നിധിയില് കർത്താവ് ആഗ്രഹിക്കുന്ന ഹല്ലേലൂയ അളവിൽ വരും കാലങ്ങൾ ദൈവരാജ്യത്തിന് വേണ്ടി നിൽക്കണം. ഹല്ലേലൂയ. അതൊന്നും മാത്രമാണ് എന്റെ ജീവിതത്തിൽ ആഗ്രഹം. ഹല്ലേലൂയ. ജീവിതത്തിൽ ഒത്തിരി സ്വപ്നങ്ങളും പ്രതീക്ഷകളും ഒക്കെ ആയിട്ടാണ് വിവാഹ ജീവിതത്തിലേക്ക് പ്രവേശിച്ചെങ്കിലും കർത്താവിന്റെ പദ്ധതി മറ്റൊന്നായിരുന്നു. ഹല്ലേലൂയ. ഹല്ലേലൂയ. ലോകത്തിൽ നമ്മൾ എന്തു തന്നെ നേടിയാലും നമ്മുടെ ആത്മാവിനെ നഷ്ടമാക്കിയാൽ ഹല്ലേലൂയ ഒരു പ്രയോജനവും ഇല്ല. ഹല്ലേലൂയ. ഈ ദിവസങ്ങളിൽ കർത്താവ് എന്നെ കൂടുതൽ കൂടുതൽ ശക്തീകരിക്കും. ഹല്ലേലൂയ. പ്രതിസന്ധിയിലും തളർന്നു പോകാതെ നിൽപ്പാൻ ഹല്ലേലൂയ ദൈവം കൃപ ചെയ്തു. സാമ്പത്തികമായൊക്കെ ഒത്തിരി വേദനകളിലൂടെ കടന്നുപോയ സന്ദർഭങ്ങൾ ഞങ്ങളുടെ ജീവിതത്തിലുണ്ട്. ആരോട് ചോദിക്കും? ആര് സഹായിക്കും? അവിടൊക്കെ ദൈവം ബലപ്പെടുത്തി ദൂതന്മാരെ അയച്ച് ഹല്ലേലൂയ ഞങ്ങളുടെ ആവശ്യങ്ങൾ ഒരു മനുഷ്യരോട് പറയാതെ തന്നെ കർത്താവ് ഞങ്ങൾക്ക് വേണ്ടുന്ന നന്മകളെല്ലാം ഇന്നയോളം നൽകി തന്നു ദൈവം ഞങ്ങളെ നടത്തി. അങ്ങനെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഓരോ ദിവസവും ഹല്ലേലൂയ അവന്റെ കൃപ ഞങ്ങളുടെ മേൽ പകർന്നു തന്ന് ഈ പ്രതിസന്ധികളെയൊക്കെ അതിജീവിക്കുവാൻ ഹല്ലേലൂയ ദൈവം ഞങ്ങളെ ബലപ്പെടുത്തി. ഹല്ലേലൂയ. ഇനിയും മുന്നോട്ട് എന്ത് തന്നെ ആയാലും ഹല്ലേലൂയ മരണമോ ജീവനോ എന്ത് തന്നെ ആയാലും ദൈവരാജ്യത്തിന് വേണ്ടി നിൽക്കുവാൻ ഞങ്ങളെ കുടുംബമായി ദിവസം സമർപ്പിച്ചു. ഹല്ലേലൂയ ഓരോ ദിവസവും ആയിരിക്കാൻ ഹല്ലേലൂയ ദൈവം ഞങ്ങളെ സഹായിക്കേണ്ടതിന് ദൈവജനത്തിന്റെ പ്രാർത്ഥനയെ ഞാൻ ചോദിക്കുന്നു. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവർ ഏതെങ്കിലും പ്രതിസന്ധികളിലൂടെ വേദനകളിലൂടെയാണ് കഷ്ടങ്ങളിലൂടെയാണ് കടന്നു പോകുന്നുവെങ്കിൽ ഹല്ലേലൂയ ഒന്നിനും ഭയപ്പെടേണ്ട. കർത്താവ് എന്നോട് സംസാരിച്ചൊരു വചനം, ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട്, ഭ്രമിച്ചു നോക്കേണ്ട, ഞാൻ നിന്റെ ദൈവമാകുന്നു. ഹല്ലേലൂയ. ഞാൻ നിന്നെ ഹല്ലേലൂയ ശക്തീകരിക്കും. ഹല്ലേലൂയ. ഞാൻ നിന്നെ ഹല്ലേലൂയ സഹായിക്കും. ഹല്ലേലൂയ. ആ ദൈവ പ്രവൃത്തിക്ക് വേണ്ടി ഓരോ നിമിഷവും ഹല്ലേലൂയ സമർപ്പിച്ചുകൊണ്ട് ഹല്ലേലൂയ ജീവിപ്പാൻ തക്കോണം കർത്താവ് ഹല്ലേലൂയ നമ്മളെ ഏവരെ സഹായിക്കട്ടെ എന്ന് ഞാൻ ഈ സമയം പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. ദൈവം ആഗ്രഹിക്കുന്ന അളവില് ദൈവരാജ്യത്തിന് വേണ്ടി വരും കാലങ്ങളില് ഹല്ലേലൂയ ഇങ്ങനെ രോഗികളായി ഭാരപ്പെടുന്ന അനേകർക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു. ഞങ്ങളുടെ ദേശത്ത് തന്നെ അനേക ക്യാൻസർ രോഗികളുണ്ട്. ഹല്ലേലൂയ ഒത്തിരി പേര് ഹല്ലേലൂയ ലോകത്തിൽ നിന്ന് മാറ്റപ്പെട്ടു പോയി. ഇപ്പോഴും രോഗികളായ അനേകർ ഭാരപ്പെട്ടുകൊണ്ടിരിക്കുക. ഈ ക്യാൻസർ എന്ന രോഗം ഹല്ലേലൂയ വളരെയധികം ഇങ്ങനെ പടർന്നു പിടിച്ചുകൊണ്ടിരിക്കുന്ന ഈ സന്ദർഭത്തില് ഹല്ലേലൂയ അങ്ങനെയുള്ളവർക്കൊക്കെ അറിയുന്നവർക്കൊക്കെ വേണ്ടി അവരുടെ ഭവനങ്ങളിൽ പോയി കടന്നുപോയി പ്രാർത്ഥിപ്പാനും ധൈര്യം കൊടുക്കുവാനൊക്കെ ദൈവ ദിവസങ്ങളിൽ എന്നെ ബലപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു. ഹല്ലേലൂയ. ദൈവത്തിന് കഴിയാത്തതായിട്ട് ഒന്നുമില്ല. ഹല്ലേലൂയ. സാധ്യങ്ങൾ സാധ്യമാക്കി തീർക്കുന്നവനാണ് നമ്മുടെ കർത്താവ്. ഹല്ലേലൂയ. ഓരോ ദിവസവും ഹല്ലേലൂയ ആ വലിയവനായ ദൈവത്തിൽ, ആ സർവശക്തനായ ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് ഹല്ലേലൂയ മുന്നോട്ട് യാത്ര ചെയ്യുവാൻ ഹല്ലേലൂയ ദൈവം നമ്മളെ അവരെ സഹായിക്കട്ടെ. ഹല്ലേലൂയ. കേവലം ഒരു രോഗസൗഖ്യമല്ല. ഹല്ലേലൂയ. അതൊക്കെ ഈ ലോകത്ത് ജീവിക്കുമ്പോൾ നമുക്ക് കഷ്ടമുണ്ട്. ഹല്ലേലൂയ. എങ്കിൽ ധൈര്യപ്പെടുവിൻ, ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്ന അരുളി ചെയ്ത കർത്താവ് നമ്മുടെ കൂടെയുണ്ട്. ദൈവം നമ്മുടെ സങ്കേതവും ബലവും, കഷ്ടങ്ങളിൽ അവൻ ഏറ്റവും അടുത്ത തുണയാണ്. ഹല്ലേലൂയ. അതിൽ സത്യമായി വിളിച്ചപേക്ഷിക്കുന്ന ഏവർക്കും സമീപസ്ഥനാണ് നമ്മുടെ കർത്താവ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. രോഗസൗഖ്യം കർത്താവ് നമുക്ക് നൽകി തന്നത് ഹല്ലേലൂയ അനേകരുണ്ട്. ഹല്ലേലൂയ. ഹല്ലേലൂയ അത്ഭുതങ്ങൾ ചെയ്ത ദൈവത്തെ പറ്റി പറയുവാനാണ് ഒരു സാക്ഷി വചനത്തിൽ വായിക്കുന്നു. ഹല്ലേലൂയ. ഞാൻ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ കർത്താവ് എന്നോട്
ഈ കൊറോണ ടൈം കഴിഞ്ഞിട്ട് എനിക്ക് വേണ്ട വിധത്തിൽ ഹാലലി ദൈവരാജ്യത്തിന് വേണ്ടി നിൽപ്പാനൊന്നും എനിക്ക് കഴിഞ്ഞിട്ടില്ല. എങ്കിലും കഴിഞ്ഞ ദിവസം പരിശുദ്ധാത്മാവ് എന്നോട് വല്ലാത്ത അനുഭവത്തിലൂടെ എന്നോട് ഇടപെടുവാൻ ഇടയായി. ദൈവസന്നിധിയിൽ ഇറങ്ങി പ്രവർത്തിപ്പാനുള്ള ഒരു വിളി പിന്നെയും കർത്താവ് എനിക്ക് നൽകി തരുവാനിടയായി. അങ്ങനെ ആ ദിവസം പ്രാർത്ഥിച്ചപ്പോൾ എന്റെ ഉള്ളിൽ മാനുഷികമായ നിലയിൽ ഇങ്ങനെ ഒരു ചിന്ത വന്നു, കർത്താവ് എന്റെ ഭവനത്തില് ഒരു പൂർണ്ണമായ വിടുതൽ, എന്റെ ഹസ്ബൻഡിന് സുഖമില്ല ഇപ്പോഴും, ഞാനല്ലേ അതൊരു പൂർണ്ണമായ വിടുതൽ കിട്ടാതെ ഞാൻ എങ്ങനെയാണ് മറ്റുള്ളവരോട് പോയി പറയുമ്പോൾ അവരെന്നോട് തിരിച്ചു ചോദിക്കത്തില്ലേ, നിന്റെ ജീവിതത്തിൽ വിടുതലില്ല, പിന്നെ നീ ഞങ്ങൾക്ക് വേണ്ടി ഇങ്ങനെയൊക്കെയുള്ള ജടീയമായ അമാനുഷ്യമായ ചിന്തകൾ എന്റെ ഉള്ളിൽ ഇങ്ങനെ കടന്നു വന്നുവെങ്കിൽ ഞാൻ ദിവസങ്ങളിൽ ഒത്തിരി പ്രാർത്ഥിക്കാനിടയായി. അപ്പോഴൊക്കെ പരിശുദ്ധാത്മാവ് എന്നോട് ദിനത്തിലൂടെ ഇടപെട്ടു. യോബ് തന്റെ സ്നേഹിതന്മാർക്ക് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ അവന്റെ സ്ഥിതിക്ക് ഭേദം വന്നു. യോബ് കഷ്ടതയിലൂടെ കടന്നു പോയപ്പോഴാണ് അവന്റെ സ്നേഹിതന്മാർക്ക് വേണ്ടി പ്രാർത്ഥിച്ചത്. ഹല്ലേലൂയ. അതുപോലെ പൗലോസ് ഹാലലി പറയുന്നു, കഷ്ടത മറ്റുള്ളവർക്ക് ആശ്വാസത്തിന് ഉതകുന്നു. ഹാലലിയ. മക്കളെ ഹാലലിയ, നമ്മുടെ ജീവിതത്തിലെ കഷ്ടത മാറിയിട്ട് നമുക്കൊന്നും പ്രവർത്തിക്കാൻ കഴിയത്തില്ല. ഈ ലോകം നമുക്ക് സന്തോഷം തരത്തില്ല, സമാധാനം തരത്തില്ല. രോഗങ്ങളും ദുഃഖങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിലുണ്ട്. അതിന്റെ മധ്യത്തിലും ദൈവരാജ്യത്തിന് വേണ്ടി നിൽപ്പാൻ നമ്മൾ തയ്യാറാകുമ്പോൾ ഹാലലിയ, ഇതിനെയൊക്കെ അതിജീവിക്കുവാനുള്ള അഭിഷേകവും ശക്തിയും ബലവും കർത്താവ് നമുക്ക് ഉയരത്തിൽ നിന്ന് നൽകി തരും. ഹാലലൂയ. ഹാലലിയ. രോഗം ഭയന്ന് മറ്റുള്ളത് ഭയന്ന് നമ്മൾ ഹാലലി ദിവസങ്ങൾ ഇരിക്കുവാനല്ല, ദൈവരാജ്യത്തിന് വേണ്ടി ഹാലലിയ ദിവസങ്ങൾ നമ്മൾ ഇറങ്ങുവാണെങ്കിൽ കർത്താവ് നമ്മളിലൂടെ വലിയ പ്രവൃത്തി ദേശങ്ങളിൽ ചെയ്തെടുക്കും. ഹാലലിയ. ദിവസങ്ങൾ ദൈവം ഹാലലിയ അതിനായി അടിനെ ഉപയോഗിക്കണം, കുടുംബത്തെ ഉപയോഗിക്കണം, അടിന്റെ തലമുറകളെ ഉപയോഗിക്കണം. ഞാൻ ദിവസങ്ങളിൽ പ്രാർത്ഥിക്കുന്ന ഒറ്റ കാര്യമുള്ളൂ, ഈ ലോകത്തിൽ ഒന്നും നേടിയില്ലെങ്കിലും കർത്താവിന് വേണ്ടി ഒരാത്മാവിനെങ്കിലും നേടുവാൻ നമുക്ക് കഴിയുമെങ്കിൽ ഹാലലിയ അതാണ് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ സമ്പാദിച്ച ഏറ്റവും വലിയ ഹാലലിയ സമ്പത്തെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഹാലലിയ. ഈ ദിവസങ്ങളിൽ കർത്താവ് അതിനായി ഹാലലിയ ഒരുക്കട്ടെ. ഹാലലിയ. രോഗികളായി ഭാരപ്പെടുന്ന ആരെങ്കിലും എന്നെ കേൾക്കുന്നുവെങ്കിൽ ദൈവസന്നിധിയിൽ നിരാശപ്പെടേണ്ട. ഹാലലിയ. ദൈവത്തിന് കഴിയാത്തതായിട്ടൊന്നുമില്ല. ഹാലലിയ. നമ്മുടെ ജീവിതത്തിലെ ബലഹീനതകളെ, കുറവുകളെ ഹാലലിയ ദൈവസന്നിധി ദിവസങ്ങളിൽ തിരിച്ചറിഞ്ഞുകൊണ്ട് ഹാലലിയ കർത്താവിനോട് നമ്മൾ അപേക്ഷിക്കുമ്പോൾ നമ്മുടെ കർത്താവ് കരുണയുള്ള ദൈവം ആണ്. ആ കാൽവറി ക്രൂശിൽ നമുക്ക് വേണ്ടി മരിച്ചത് നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടിയാണ്, നമ്മുടെ രോഗങ്ങൾക്ക് വേണ്ടിയാണ്. അവസാനത്തെ തുള്ളി രക്തം വരെ നമുക്ക് വേണ്ടി ഊറ്റി തന്നത്. ഹാലലിയ. നമ്മൾ രോഗികളെ കഷ്ടം അനുഭവിക്കുവാനല്ല. ഹാലലിയ. ഈ ദിവസങ്ങളിൽ ഹാലലിയ ഒരു തിരിച്ചറിവ് നമ്മുടെ ജീവിതത്തിൽ കടന്നു വരുമ്പോൾ, ഹാലലി വിശ്വാസത്തോടെ നമ്മൾ പ്രഖ്യാപിക്കുമ്പോൾ വിശ്വസിക്കുന്നവരുടെ മേൽ വ്യാപരിക്കുന്ന ദൈവശക്തി, ഹാലലൂയ, ഹാലലി ബലഹീനതയിൽ തികഞ്ഞു വരുന്ന ദൈവശക്തി, ഹാലലിയ ദൈവം നമ്മുടെ മേൽ പകരുവാനിടയാകും. ജീവിതത്തിൽ എന്തെല്ലാം യാത്ര ചെയ്യുവാൻ ദൈവം നമ്മളെ സഹായിക്കട്ടെ. ഹാലലിയ. കാൽവരി ക്രൂശിൽ കർത്താവ് നമുക്ക് വേണ്ടി ഹാലലിയ ഹാലലി നമുക്ക് വേണ്ടി ചെയ്തു തന്ന ദൈവമാണ്. ശത്രുവിന്റെ തലയെ തകർത്തവനാണ് നമ്മുടെ കർത്താവ്. നമുക്ക് വിരോധവും ഹാലലി പൈശാചികമായ സകല രേഖകളെയും ഹാലലിയ മാനുഷികമായ കൈയെഴുത്തുകളെയും പ്രതികൂലമായ സകല കൈയെഴുത്തുകളെയും കർത്താവ് തിരുത്തി എഴുതുന്ന ദൈവമാണ്. ഹാലലി. എന്റെ ജീവിതത്തിൽ ഒത്തിരി അനുഭവങ്ങൾ പറയുവാനുണ്ട്, അത്ഭുതങ്ങൾ ഒത്തിരി ഉണ്ട് എന്റെ ജീവിതത്തിൽ. ഹാലലിയ. ഓരോ നിമിഷവും ദിവസത്തിൽ പ്രാർത്ഥിക്കുന്ന ഓരോ വിഷയം, ഏത് വിഷയത്തിന് വേണ്ടി ഭാരപ്പെട്ടാലും അവിടുത്തെ ദൈവം തക്ക സമയത്ത് ഹാലലിയ മാനുഷികമായ നമ്മുടെ സമയത്തല്ല, ദൈവത്തിന്റെ സമയമാകുമ്പോൾ കർത്താവ് അത് പ്രവർത്തിച്ചിരിക്കും. ദൈവോളം അത് വിശ്വാസ കണ്ണോടെ കാണുവാനും അനുഭവിക്കുവാനും ഹാലലിയ എന്റെ നിസ്സാരമായ വിഷയങ്ങൾ പോലും ദൈവസ്ഥലിൽ ഞാൻ പ്രാർത്ഥിക്കും. ആരോടും എന്റെ ഭാരങ്ങള്, എന്റെ വേദനകള്, എന്റെ ആവശ്യങ്ങൾ ഞാൻ പറയാറില്ല. ഹാലലിയ. ദൈവസ്ഥലിൽ പ്രാർത്ഥിക്കുമ്പോൾ കർത്താവ് തക്ക സമയമാകുമ്പോൾ ഹാലലിയ തലമുറയുടെ ഒക്കെ വിഷയത്തിൽ, വിദ്യാഭ്യാസത്തിന്റെ വിഷയത്തിലൊക്കെ ഞാൻ ഒത്തിരി ഭാരപ്പെട്ട സന്ദർഭങ്ങളുണ്ട്. എങ്ങനെ കുഞ്ഞുങ്ങളെ പഠിപ്പിക്കുന്നൊക്കെ അവിടൊക്കെ അറിയാത്ത വ്യക്തികളിലൂടെ, കണ്ടിട്ടില്ലാത്ത വ്യക്തികളിലൂടെ ഒക്കെ കർത്താവ് പലപ്പോഴും ഇതൊക്കെ സഹായങ്ങൾ ചെയ്യുവാനിടയായി. ഹാലലിയ. കഴിഞ്ഞ ദിവസവും ഇതിന്റെ മുമ്പോട്ടുള്ള പഠനത്തിന്റെ കാര്യത്തിൽ എങ്ങനെയൊക്കെ ആയി തീരുവതൊക്കെ വേദനപ്പെട്ടുവെങ്കിലും ഹാലലിയ പൈതലിനോട് പറഞ്ഞു, ഹാലലിയ ഏലിയാവ് ഹാലലിയ ആ കരീത്തിന്റെ തോട്ടിൽ നിന്ന് കരീത്ത് പറ്റി ഹാലലിയ കാക്കയുടെ വരവും നിന്നു. ഹാലലിയ. എങ്കിലും ഹാലലിയ ഒരു സാരഭാത്ത് ഏലിയാവിന് വേണ്ടി ദൈവം ഒരുക്കി. ഹാലലിയ. കർത്താവ് നമ്മളെ കൈവിടുന്ന ദൈവമല്ല. ഹാലലിയ. 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 ഏലിയാവിനെ ഹാലലിയ സാരഭാത്തിൽ വിട്ടു. ഹാലലിയ. ഹാലലിയ. ഏലിയാവിന് മാത്രമല്ല സാരഭാത്തിൽ വിധവയ്ക്കും ഹാലലിയ ഹാലലിയ അത് വിടുതലായി തീർന്നുവെങ്കിൽ ഹാലലിയ ദിവസങ്ങളില് നമ്മുടെ ജീവിതത്തിൽ ഹാലലിയ ഹാലലിയ നോക്കുമ്പോൾ ഹാലലിയ ശൂന്യതയായിരിക്കാം, ഹാലലിയ ഞെരുക്കമായിരിക്കാം, ബുദ്ധിമുട്ടായിരിക്കാം. അവിടെ ഒന്നും നമ്മൾ പതറിപ്പോകാതെ വേണം ഹാലലിയ 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 കാൽവറി ക്രൂശിൽ ഹാലലിയ നോക്കി നമ്മുടെ ആവശ്യങ്ങൾ കർത്താവിനോട് പറയുമ്പോൾ അവൻ നമ്മൾക്കായി കരുതുന്ന ആകിയാൽ
നമ്മുടെ സകല ചിന്താകുലവും ഓരോ നിമിഷം അവന്റെ മേലിട്ടുകൊണ്ട് അത് നമ്മൾ ചിന്തിക്കുന്ന മുമ്പേ, നമ്മൾ ആഗ്രഹിക്കുന്ന മുമ്പേ നമ്മുടെ സകല ആവശ്യങ്ങൾ കർത്താവ് നന്നായി അറിയുന്ന ദൈവമാണ്. ഹാലലിയ. ദൈവത്തിന്റെ സമയത്ത് ഹാലലിയ നൽകി തന്നു. ഹാലലിയ. മറ്റുള്ളവർ വിലചിപ്പിക്കാതെ വേണം. ഹാലലിയ. ദാവീദ് പറയുന്നു, യഹോവേ എനിക്ക് ചുറ്റും പരിചയം, എന്റെ മഹത്വം എന്റെ തല ഉയർത്തുന്നവനാണ്. അതിന് മുമ്പിലത്തെ ഒരു വാക്യം ഇങ്ങനെ പറയുന്നു, ഹാലലിയ സ്തോത്രം, അവനെ കുറിച്ച് പലർക്കും രക്ഷയില്ല എന്ന് പറയുന്നു. അത് മനുഷ്യർ പറയുന്ന ഭാഷയാണ്. നമ്മുടെ ശാരീരിക അവസ്ഥകൾ കണ്ട്, രോഗം കണ്ട്, പ്രതിസന്ധി കണ്ട് മനുഷ്യർ പറയും അവന് ദൈവത്തിൽ രക്ഷയില്ലെന്ന്. പക്ഷെ ആ സംഘത്തിന്റെ അവസാനം, മൂന്നാം സംഘത്തിന്റെ അവസാനത്തെ വാക്യം ഇങ്ങനെ പറയുന്നു, രക്ഷ യഹോവെങ്കിൽ നിന്ന് വരുന്നു, അവൻ തന്റെ ജനത്തെ അനുഗ്രഹിക്കും. ഹാലലൂയ. ഹാലലൂയ. നമ്മുടെ രക്ഷ ഹാലലിയ മനുഷ്യരിലല്ല, ഡോക്ടറിലല്ല, മരുന്നിലല്ല. ഹാലലിയ. നമ്മുടെ രക്ഷ വരുന്നത് ഹാലലിയ കർത്താവിൽ നിന്നാണ്. ഹാലലൂയ. അവൻ നമ്മുടെ പരിചയമാണ്, അവൻ നമ്മുടെ മഹത്വമാണ്, അവൻ നമ്മുടെ തല ഉയർത്തുന്നവനാണ്. ഹാലലൂയ. ഹാലലിയ. ദിവസങ്ങളിൽ കർത്താവിൽ ഹാലലിയ വലിയവനായ ദൈവത്തിൽ നമ്മൾ വിശ്വസിക്കുന്നുവെങ്കിൽ ദൈവം നമ്മുടെ ജീവിതത്തിൽ അത്ഭുതങ്ങളെ ചെയ്യും. ഹാലലൂയ. അത്ഭുതങ്ങൾക്ക് വേണ്ടി, വിടുതലുകൾക്ക് വേണ്ടി നമ്മൾ എങ്ങും പോകേണ്ട കാര്യമില്ല. ഹാലലിയ. ഹാലലിയ. കർത്താവ് അതെല്ലാം നമുക്ക് കാൽവരി ക്രൂശിലൂടെ നൽകിയിരിക്കുക. നമ്മൾ ചെയ്യേണ്ടത് ഇത്ര മാത്രമേ ഉള്ളൂ. ദൈവത്തിന്റെ വചനത്തിൽ കർത്താവിൽ വിശ്വസിച്ച് വചനത്തെ ഏറ്റെടുത്ത് അത് നമ്മുടെ നാവ് കൊണ്ട് നമ്മൾ പ്രഖ്യാപിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ അത് വിടുതലായി വ്യാപരിക്കും. ഹാലലൂയ. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ട ദിവസങ്ങൾ വേദനയിലൂടെ, രോഗത്തിലൂടെ, ഘട്ടത്തിലൂടെ ആരെങ്കിലും കടന്നു പോകുന്നുവെങ്കിൽ, പ്രതിസന്ധിയിലൂടെ കടന്നു പോകുന്നുവെങ്കിൽ നിരാശപ്പെടേണ്ട. ഹാലലൂയ. ദൈവവചനത്തിൽ വിശ്വസിക്കുക, ദൈവത്തിൽ വിശ്വസിക്കുക. എന്റെ കർത്താവ് അത്ഭുതങ്ങളെ ചെയ്യുന്ന ദൈവമാണ്. ഹാലലൂയ. ഈ വചനങ്ങളാൽ ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ. ഞങ്ങളെയും പിന്നെയും പ്രാർത്ഥനയിൽ ഓർക്കുക. ദൈവരാജ്യത്തിന് വേണ്ടി ശക്തമായി കർത്താവ് പിന്നെയും ഞങ്ങളെ ഉപയോഗിക്കേണ്ടതിന്, ദൈവത്തിന്റെ വാഗ്ദത്തങ്ങൾ നിവൃത്തിയാകേണ്ടതിന് ഓരോരുത്തരെയും പ്രാർത്ഥനയിൽ ചോദിക്കുന്നു. ഇതിന് അവസരം ഒരുക്കി തന്ന കർത്താവിന്റെ ദാസിയോടും ഉള്ള നന്ദിയെ ഈ സമയം ഞാൻ അറിയിക്കുന്നു. ധാരാളമായി അനുഗ്രഹിക്കട്ടെ. പ്രവർത്തനങ്ങളോട് ചേർന്ന് പിന്നെ ഞാനും ഹാലിൽ മുന്നോട്ട് പോകാൻ ആഗ്രഹിക്കുന്നു. ദൈവം നമ്മളെല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ. താങ്ക് യു സിസ്റ്ററെ. വളരെ അനുഗ്രഹീതമായ സാക്ഷ്യമായിരുന്നു. നെറ്റിന്റെ ഇഷ്യൂസ് ഒക്കെ ഉണ്ടായി എങ്കിലും കർത്താവ് വിടുവിച്ച വിധങ്ങളെ എത്രമാത്രം സ്തുതിച്ചാലും മതി വരത്തില്ല. അത്രമാത്രം. ഇന്ന് പകൽക്കാലം ഒരു വീട്ടിലെ ഭാര്യയ്ക്കും ഭർത്താവിനും ഒരുപോലെ ക്യാൻസർ രോഗം, പിടിച്ചു നിൽക്കാൻ കഴിയാത്ത അവസ്ഥ, സാമ്പത്തിക പ്രതിസന്ധി, ആമേൻ, പാഴ്സണലിൽ ജീവിച്ച ജീവിതമല്ല, അതിന് വിരോധമായി ആമേൻ ഒരു കുടുംബ ജീവിതം. ഇതൊക്കെ ഒരു കുടുംബജീവിതം എന്ന് പറയുന്ന ഒരു സ്വപ്നമാണ്. അതിനൊക്കെ വിരോധമായിട്ട് പ്രവർത്തനങ്ങളിട്ട് ശത്രുവായവൻ മിസ്രൈമിൽ തന്റെ ജനമായ ഇസ്രയേലിനെ തകർത്ത് കളയുവാൻ ശ്രമിച്ചപ്പോഴും സ്വർഗത്തിലെ വലിയവനായ ദൈവം അവിടെ ഒരു മോശയെ എഴുന്നേൽപ്പിച്ച് തന്റെ ജനത്തെ ഉദ്ധരിച്ച് പുറത്തു കൊണ്ടുവന്നതുപോലെ ആമേൻ രോഗത്തിന്റെ നടുവിലും പ്രതികൂലത്തിന്റെ നടുവിലും ശത്രുവിന്റെ തന്ത്രങ്ങളുടെ മുന്നിലും തകർന്നു പോകാതെ നിൽക്കുവാൻ കർത്താവിന്റെ ദാസിയെ ദൈവം ബലപ്പെടുത്തിയത് ആ ചെറുപ്രായത്തിൽ കിട്ടിയ ദൈവകൃപ, ആ അഭിഷേകമാണ്. ഇന്നും ആ അഭിഷേകം നിറഞ്ഞു കവിയട്ടെ, അനേകർക്ക് ഒരാശ്വാസമായി മാറട്ടെ. തളർന്നു പോകരുതേ. തടിച്ച നാവുള്ള മോശയെ ദൈവം ശക്തമായി ഉപയോഗിച്ചെങ്കിൽ, ഹസ്ബൻഡിന്റെ നാവിൽ ക്യാൻസർ വന്നെങ്കിൽ തന്നെയും ഉപയോഗിക്കുവാൻ ദൈവം മതിയായവനാണ്. ആമേൻ. ആമേൻ മോശയ്ക്ക് പാല് കൊടുക്കുവാൻ അമ്മയില്ലാഞ്ഞിട്ട് ആ അമ്മയെ ഹല്ലേലൂയ തന്റെ സ്വന്തം അമ്മയെ മുല കുടിപ്പിക്കേണ്ടതിന് കൊണ്ടുവന്നുവെങ്കിൽ അവിടെയും പ്രതിസന്ധി നേരിട്ട മോശ തോറ്റുപോകാതെ വിളി കേട്ടിറങ്ങിയവൻ, തിരഞ്ഞെടുക്കപ്പെട്ടവൻ, തന്റെ ജനത്തെ ഉദ്ധരിക്കുവാൻ ദൈവകൃപയാൽ വിളിക്കപ്പെട്ടവൻ, ഏത് പ്രതികൂലത്തിലും തകർന്നു പോകാതെ നിന്നുവെങ്കിൽ, ഞാൻ ഇന്ന് പകൽക്കാലം ആമേൻ ഇന്ന് ഈ സാക്ഷ്യം കേൾക്കുന്നവരോടായിട്ട് പറയട്ടെ, തന്റെ ദാസിയുടെ ജീവിത അനുഭവത്തിലൂടെ ആരെങ്കിലും കടന്നു പോകുന്നുവെങ്കിൽ ഞാൻ പറയട്ടെ, ഈ സാക്ഷ്യം നമ്മുടെ ജീവിതത്തിൽ വലിയ വിടുതലാണ്. നമ്മെ പിടിച്ചു നിർത്തുന്ന ഒരു ദൈവമുണ്ട്. ആ അഭിഷേകം ഇന്നും കുറഞ്ഞിട്ടില്ല. കർത്താവിന്റെ അത്ഭുതം ഇന്നും തീർന്നു പോയിട്ടില്ല. അവൻ അത്ഭുത മന്ത്രിയായ ദൈവം, ആമേൻ, വീരനാം ദൈവം, സമാധാനത്തിന്റെ പ്രഭു. സമാധാനം കെട്ട് ആത്മഹത്യ ചെയ്യേണ്ട സന്ദർഭങ്ങൾ, ജീവിതം അവസാനിപ്പിക്കാമെന്ന് ചിന്തിച്ച സന്ദർഭങ്ങൾ, ആമേൻ, സമാധാന പ്രഭുവായി തന്റെ വചനമായ കുടുംബത്തിലേക്ക് ഇറങ്ങിച്ചെന്നു. തന്റെ പ്രതിസന്ധി ഘട്ടത്തിൽ കുഞ്ഞുങ്ങളെ നോക്കുവാൻ ആരുമില്ല, ക്യാൻസറിൽ തന്റെ അനുഭവങ്ങളിൽ ആമേൻ
കുഞ്ഞു കുട്ടികൾ, അവരെ നോക്കുവാനൊന്നും ആരുമില്ലാതിരുന്ന അനുഭവത്തിലും ദൈവാത്മാവ് തന്റെ ദാസിയോട് കൂടെ ഇരുന്നുവെങ്കിൽ ഇന്ന് പകലിലും എന്റെ ദൈവമക്കളെ, നിങ്ങളോടും കൂടെ ഇരിക്കുവാൻ, എന്നോടും കൂടെ ഇരിക്കുവാൻ മതിയായ ദൈവത്തെയാണ് ഞാൻ നിങ്ങളെ സേവിക്കുന്നത്. അതുകൊണ്ട് ഇന്ന് പകൽക്കാലം ആമേൻ അനുഗ്രഹിതമായ സാക്ഷ്യത്തിനായിട്ട് സ്തോത്രം ചെയ്യുന്നു. ആമേൻ അല്പം നെറ്റ്വർക്കിന്റെ പ്രശ്നമുണ്ടായി എങ്കിലും ആമേൻ കർത്താവിന്റെ ദാസിയുടെ സാക്ഷ്യം മുഴുമിപ്പിക്കുവാൻ ദൈവം ഇടയാക്കിയല്ലോ. തുടർന്നും ഈ കുടുംബത്തെ ഓർത്ത് നിങ്ങൾ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കണം. നമ്മുടെ വചനദീപ്തി സാക്ഷി കൂടാരത്തിൽ വന്ന് സാക്ഷിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും എന്റെ പ്രേക്ഷകർ ആമേൻ പ്രാർത്ഥനയിൽ വഹിച്ചു കൊള്ളണമേ. ഈ കുടുംബത്തിലെ അംഗങ്ങൾ പ്രാർത്ഥനയിൽ വഹിച്ചു കൊള്ളണമേ. ആമേൻ മേലാലും കർത്താവിന്റെ വരവോളം കർത്തൃനാമത്തിന്റെ മഹത്വത്തിന് വേണ്ടി ആമേൻ ഈ കുടുംബം ഉപയോഗിക്കപ്പെടട്ടെ. നമുക്കൊരു നിമിഷം കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിക്കാം. നല്ല ദൈവമേ, സ്വർഗസ്ഥ കർത്താവേ, നല്ലതും വലിയതുമായ സമയത്തിനായിട്ട് സ്തോത്രം. കർത്താവെ, അങ്ങയുടെ ദാസി ആമേൻ സൂസൻ ജോയിയെയും ആമേൻ കർത്താവിന്റെ ദാസിനെയും ഏൽപ്പിച്ച സ്തോത്രം. കുഞ്ഞുങ്ങൾക്ക് ഇരുവർക്കുമായിട്ട് സ്തോത്രം. ഇത്രത്തോളം ദൈവരെ നടത്തി പരിപാലിച്ചല്ലോ, അവസ്ഥകളിൽ കൂടെ ഇരുന്നല്ലോ. തുടർന്നും അങ്ങയുടെ മഹത്വരമായ വേല കർത്താവ് ആഗ്രഹിക്കുന്ന അളവിൽ ഏത് തലങ്ങളിൽ ചെയ്യണമോ കർത്താവെ, അതിനുള്ള ഗൈഡൻസ് അങ്ങ് കൊടുത്ത് നിന്റെ മക്കളെ പിന്നെ ഉപയോഗിച്ചാട്ടെ. തന്റെ കുഞ്ഞുങ്ങളുടെ സാക്ഷ്യം അനേകർക്ക് ആശ്വാസവും തണലുമായി തീരുവാനിടയാക്കണം. പ്രാർത്ഥന കേട്ടതിനായിട്ട് സ്തോത്രം. യേശു ക്രിസ്തുവിൻ നിസ്തുല്യ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ. പ്രൈസ് ദി ലോർഡ്. പ്രിയപ്പെട്ടവർ, ഇതുപോലുള്ള സാക്ഷ്യങ്ങളുമായിട്ട് ആമേൻ കടന്നു വരുവാൻ ആഗ്രഹിക്കുന്നവർ ഞാൻ ഇതിന്റെ അകത്ത് നമ്പർ ഇട്ടേക്കാം. നിങ്ങൾക്ക് താല്പര്യമുള്ളവർ ആ നമ്പറിൽ എന്നെ കോൺടാക്ട് ചെയ്താൽ നിങ്ങളുടെ സാക്ഷ്യങ്ങളും നമുക്ക് ഇതിന്റെ അകത്ത് ആഡ് ചെയ്യുവാനായിട്ട് കഴിയും. അതുകൊണ്ട് തീർച്ചയായിട്ടും നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് ഇങ്ങനെ സാക്ഷീകരിക്കാൻ ഉള്ളവരുണ്ടെങ്കിൽ എന്നെ അത് അറിയിക്കണമേ എന്ന് ദൈവനാമത്തിൽ ഓർപ്പിച്ചുകൊണ്ട് ഇന്നത്തെ നമ്മുടെ ഇവിടുത്തെ സാക്ഷ്യത്തിന്റെ പ്രോഗ്രാം ഇവിടെ അവസാനിപ്പിക്കുന്നു. നമ്മൾ വൈൻഡപ്പ് ചെയ്യുന്നു. കർത്താവ് എല്ലാവരെയും ധാരാളമായിട്ട് അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ, ആമേൻ.